സുവിശേഷം 21 അധ്യായം അതിൻ്റെ 31 വാക്യം 32 വാക്യം വായിക്കാം. മത്തായി സുവിശേഷം അതിൻ്റെ 21 അധ്യായം 31, 32 വാക്യം വായിച്ചേ. ഈ രണ്ടുപേരിൽ ആകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്. ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു. ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ന് സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു. നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. നിങ്ങൾ അവനെ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അടുത്തത്, എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അവൻ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അതിന്റെ തൊട്ട് മുമ്പൂടെ വായിച്ചേ. അതിന്റെ തൊട്ട് മുമ്പ് എനിക്ക് മനസ്സില്ല എന്ന്. അതിന്റെ തൊട്ട് മുമ്പ് ഒരു മനുഷ്യൻ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന് മകനെ ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുദപിച്ച് അവൻ പോയി രണ്ടാമത്തെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പോകാം അപ്പ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അടുത്തത്, പോയില്ലതാനും ഈ രണ്ടുപേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തു. ഈ രണ്ടുപേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് അപ്പന്റെ ഇഷ്ടം. അടുത്തവൻ ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും ഇവരാരും പോകത്തില്ലെന്നാണ് ആരും കരുതിയത്. പക്ഷേ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ ആരും പോകാൻ യോഗ്യർ ആയില്ല. എന്നാൽ ഒരിക്കലും രക്ഷപ്പെടുകയില്ലെന്ന് പറഞ്ഞവരെന്ത് ചെയ്തു? വചനത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി വചനം കേട്ടപ്പോൾ ആ നല്ല നിലമായി ഉഴുതു മറിച്ചു. കർത്താവ്, ഞാൻ എന്ത് ചെയ്യാൻ ഒരുക്കമാണെന്ന് പറഞ്ഞു. യേശുപ്പ, എനിക്ക് അപ്പച്ചന്റെ സ്നേഹത്തിൽ നിറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കർത്താവെ, ഞാൻ മരിക്കാൻ ഒരുക്കമാണ്. കർത്താവെ, എനിക്ക് രക്ഷപ്പെട്ടേ തീരൂ. എന്നെ കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ ഈ പാപത്തിൽ ജയിക്കാൻ പറ്റത്തില്ലെന്ന് ഇവർ നിലവിളിച്ചു. ഈ രണ്ടു കൂട്ടരും നിലവിളിച്ചു. ആ തൻ്റെ ജീവിതത്തിനകത്ത് യേശുവിനെ സ്വീകരിച്ചു. എന്നാൽ വചനം അറിയാവുന്നുള്ള ഒരുപാട് പേർ ഈ വചനം തള്ളിക്കളഞ്ഞ് മാറിയപ്പോൾ വചനം അറിയാത്ത ഒരിക്കലും ആരും വിചാരിച്ചില്ല ഇവർ രക്ഷപ്പെടുമെന്ന്. പക്ഷേ മനുഷ്യർ രക്ഷപ്പെടുമെന്ന് വിചാരിക്കാത്തവർ കർത്താവിന്റെ രാജ്യത്തിലിരിക്കും. ഹല്ലേലൂയ! എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നുകൂടെ വായിച്ചേ. ഇപ്പൊ വായിച്ച വചനം ഒന്നുകൂടെ വായിച്ചേ. ഈ രണ്ടുപേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? ഈ രണ്ടുപേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. ഒന്നാമത്തവനെന്ന് അവൻ പറഞ്ഞു. ഒന്നാമത്തവൻ ആദ്യം ബോധം എന്ന് പറഞ്ഞു, വീണ്ടും എന്ത് ചെയ്തു? എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? വേറെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല, പോയി. അടുത്ത വരി. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി. ജീസസ്, നിങ്ങൾക്ക് എല്ലാം അറിയാം, കാര്യങ്ങളെല്ലാം ശരി. പക്ഷെ നിങ്ങൾക്ക് മുമ്പായി, നിങ്ങൾ പ്രതീക്ഷിക്കാത്തവർ, നിങ്ങൾ ചിന്തിക്കാത്തവർ, നിങ്ങൾ അവരെ നോക്കി പാവികളൊന്നും മുദ്ര കുത്തിയവർ, നിങ്ങൾ പോലും അറിയാതെ അപ്പന്റെ മുമ്പിൽ വീട് അപ്പന്റെ മുൻപിൽ മുട്ടുമടക്കി, അപ്പാ എന്നോട് സംസാരിക്കണമേ, ഞാൻ കേൾക്കാപ്പാ. ഹല്ലേലൂയ! ഇന്ന് അനേകർക്ക് വചനം കിട്ടുമ്പോൾ വചനം വേണ്ട, വചനത്തെ തട്ടിക്കളയും. പക്ഷേ വചനം ഈ സഹോദരങ്ങളോട് പറയുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് അപ്പനെ വേണം. ഹല്ലേലൂയ! അവർ പറയും, ഞങ്ങൾക്ക് യേശുവിനെ വേണം, ഞങ്ങൾക്ക് യേശുവിനെ വേണം, ഞങ്ങൾക്ക് യേശുവിനെ വേണം, ഞങ്ങൾ യേശുവിനെ കൊണ്ടേ പോകും, ഞങ്ങൾ വന്നതുപോലെ പോകത്തില്ല. ശമരിയ സ്ത്രീയുടെ അടുക്കൽ യേശു വന്നപ്പോൾ അവൾ പറഞ്ഞു, ഓ ജീസസ്, അവളുടെ ഹൃദയ രഹസ്യം എൻ്റെ അടിമനാഥൻ അങ്ങോട്ട് തുറന്നിട്ടപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഈ വെള്ളം വേണ്ട, എനിക്ക് നിത്യ ജീവങ്ങളിൽ പൊങ്ങി വരുന്ന ഒരു ഉറവയാകുന്ന ആ ജീവന്റെ ജലം എനിക്ക് വേണം. അവൾ ആ ജീവനം പ്രാപിച്ച് തിരിച്ചു പോയി. അവൾ എന്ത് പ്രാപിച്ചു പോയി? ജീവനം പ്രാപിച്ച്, യേശുവിന്റെ ജീവനം പ്രാപിച്ച്, യേശുവിന്റെ ശക്തി പ്രാപിച്ച്. ആ സഹോദരി പാപിയായിരുന്നു. പക്ഷേ ആ പാപിയായിരുന്ന സഹോദരി പാട്ടുകാരൻ പാടി, പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 അതിശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 അതിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം,
എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ ഇതൻ ഭുജബലത്താ എന്നെ നടത്തിയിടുന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ ഇതൻ ഭുജബലത്താ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ശമരിയ സ്ത്രീ പറഞ്ഞു, എനിക്കിനി ഈ വെള്ളം വേണ്ട, എനിക്കിനി ആ ജീവനുള്ള വെള്ളം മതി. ഓ, എന്നെ ജീവിപ്പിക്കുന്ന വെള്ളം മതി, എന്നെ ജീവിപ്പിക്കുന്ന വെള്ളം മതി, എന്നെ പാപത്തിൽ ജയിപ്പിക്കുന്ന വെള്ളം മതി, പാപത്തെ കീഴടക്കുന്ന വെള്ളം മതി, ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന വെള്ളം മതി. ആ നിത്യജീവൻ എനിക്ക് മതി, നിത്യജീവൻ എനിക്ക് മതി, നിത്യജീവൻ മതി. എപ്പോഴും ദാഹിക്കുന്ന ഈ വെള്ളം വേണ്ട. എന്തെല്ലാം ഞാൻ ശ്രമിച്ചിട്ട് പാപം ചെയ്യുന്ന എന്റെ ഈ ലോകത്തിന്റെ സുഖം എനിക്ക് വേണ്ട. എനിക്ക് ആ ജീവന്റെ ജലം എനിക്ക് മതി. ഓ, ഹല്ലേലൂയ. എന്റെ യേശു തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ തന്നെ മശിഹ, ഞാൻ തന്നെ. ഓ, അവർക്ക് മശിഹ ആരെന്ന് കാണിച്ചു കൊടുത്തു. ദാഹിച്ചവർക്ക് മശിഹായെ കൊടുക്കുക മാത്രമല്ല, കാണിച്ചു കൊടുക്കുക മാത്രമല്ല, എന്റെ അപ്പന്റെ ജീവന്റെ ജലവും കൂടെ അവൾ പ്രാപിച്ച് പട്ടണത്തിലേക്ക് ഇറങ്ങി ചെന്നു. ഹല്ലേലൂയ. മനുഷ്യൻ തള്ളിയതെങ്കിലും യേശു അവിടെ ചേർത്ത് പിടിച്ചു. ലോകം തള്ളിയതാണ്, പ്രിയപ്പെട്ടവരെല്ലാം തള്ളിയതാണ്. എന്നാൽ എന്റെ യേശു അടുത്ത് ചെന്ന് ആ സഹോദരിയെ ചേർത്ത് പിടിച്ചു. ഹല്ലേലൂയ. അനേകം വചനം കേൾക്കുമ്പോൾ തട്ടിത്തെറിപ്പിച്ചു കളയുമ്പോൾ, ഓ ഭാവിയായ സഹോദരികൾ, അവർ പറയുകയാണ്, ചുങ്കക്കാരൻ ദേഷ്യമാണ് നിങ്ങൾക്ക് മുമ്പായി, നിങ്ങൾക്ക് മുമ്പായി. നിങ്ങൾ പ്രതീക്ഷിച്ചവരെ നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല, പക്ഷെ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി നിങ്ങൾ ചിന്തിക്കാത്തവർ പോലും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗത്തിൽ എത്തുമെന്ന കർത്താവ് പറഞ്ഞേ. ഹല്ലേലൂയ. അനേകര് വചനം അറിയാം, എനിക്കറിയാം, എനിക്കിനി ആരും പറഞ്ഞു തരുന്നത്, എനിക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പെടെ അറിയാന്ന് പറയുന്നവര്, അത് സ്വത്രം അറിവ് ചീർത്ത് വചനത്തിന്റെ മുട്ടുമടക്കാൻ കഴിയാതെ അറിവ് ചീർത്തിരിക്കുമ്പോൾ, ഏതുമില്ലാത്തവർ വചനം കേൾക്കുമ്പോഴുണ്ടല്ലോ, ഓടിത്താണ് വീണ് എൻ്റെ അപ്പന്റെ മുൻപിൽ മുട്ടുമടക്കി കണ്ണീരോടെ പറയും, യേശു മാത്രം എനിക്ക് മതി, മറ്റെല്ലാത്തിനേക്കാളും അത് മാത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായി? ദാഹിച്ചിരിക്കുന്നിടത്ത് ആ ഉറവയെ ദൈവം തുറക്കുന്നു. ആരെല്ലാം ദാഹിച്ചിരിക്കുന്നുവോ അവിടെ ആ ദൈവം തന്റെ ഉറവയെ തുറന്നു കൊടുക്കും. ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്, ഇപ്പൊ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഈ രണ്ടുപേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? ഈ രണ്ടുപേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? അടുത്ത് അവർ പറഞ്ഞു. അടുത്ത് യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും ദേശമാരും നിങ്ങൾക്ക് മുമ്പേ അവിടെ എത്തും. കണ്ടോ? ആര്? ഓ, നിങ്ങൾ തള്ളിയ, പറ്റില്ലെന്ന് പറഞ്ഞ, എത്തത്തില്ലെന്ന് വിചാരിച്ച, ഒരിക്കലും ഇത് രക്ഷപ്പെടുകയില്ലെന്ന് വിചാരിച്ച, ഈ പാപത്തിന്റെ കെട്ടിനി പൊട്ടുകയില്ലെന്ന് വിചാരിച്ച, ഓ, ഇനി ഇയാളോ രക്ഷിക്കപ്പെടാനോ സ്വർഗത്തിലെത്താനോ, ഓ, എന്റെ ഇന്ന ആളോ അയാൾ വരുമെന്നോ ഇല്ല എന്ന് നിങ്ങൾ വിധി എഴുതുമ്പോൾ, നിങ്ങൾ വിധി എഴുതും നിങ്ങളുടെ മക്കൾ, നിങ്ങൾ വിധി എഴുതും നിങ്ങളുടെ ഭർത്താവ്, നിങ്ങൾ വിധി എഴുതും നിങ്ങൾ ഭാര്യ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിധി എഴുതുമ്പോൾ യേശു പറയും, നിങ്ങൾക്ക് മുമ്പ് നീ വിധി എഴുതിനേക്കാൾ അപ്പുറമായി, ഓ, നമുക്ക് മുൻപേ, നമുക്ക് കഥ പറയുന്നുണ്ടോ, ഓ, നീ വിധി എഴുതുന്ന നിനക്ക് മുമ്പേ, വിധി പറയുന്ന നിനക്ക് മുമ്പേ, വിധി പറയുന്ന നിനക്ക് മുമ്പേ. ഇന്ന് ഞാൻ ഇരിക്കുന്ന പൈതൽ എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല. ചുങ്കക്കാരും വേശ്യമാരും കർത്താവിന്റെ രാജ്യത്തിൽ ചെന്ന് ഇരിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ രണ്ടു കൂട്ടര് മാത്രമാണോ പാവികളായിട്ടുള്ളവർ, മനുഷ്യൻ അംഗീകരിക്കാത്തവർ, മനുഷ്യൻ തള്ളിക്കളഞ്ഞവർ, ദേശം ഒറ്റപ്പെടുത്തിയവർ, വ്യക്തികൾ ഒറ്റപ്പെടുത്തിയവർ? അപ്പച്ചൻ പറഞ്ഞത്, ഇവർക്ക് വേണ്ടിയാ കർത്താവ് വന്നേ, ഇവർക്ക് വേണ്ടിയാ കർത്താവ് വന്നേ.
ഓ, നീതിമാന്മാർക്ക് വേണ്ടിയല്ല, പിന്നെ പാവികൾക്ക് വേണ്ടി. ജീസസ്, ആ പാവികൾക്ക് വേണ്ടി യേശു വന്നു. ആ കർത്താവ് പറഞ്ഞു, മക്കളെ പാവിക്കാൻ ഞാൻ വന്നേ. അപ്പൊ ഇവരത് അംഗീകരിച്ചു, ഇവരെ അങ്ങോട്ട് കർത്താവ് സ്വീകരിച്ചു. അടുത്ത വാക്യം വായിച്ചേ. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും വിശ്വസിച്ചു. അനേകർ വിശ്വസിക്കത്തില്ല. ഈ സത്യവചനം പറയുമ്പോ അനേകർക്ക് വിശ്വാസമില്ല. അനേകർക്ക് ഇതെന്തോന്ന് വചനം എന്തെന്നൊക്കെ വിചാരിക്കും. അനേകർക്ക് വിശ്വാസമില്ല. പക്ഷെ ഒരു കൂട്ടം തള്ളിക്കളഞ്ഞു. പക്ഷേ അവർ തള്ളിയപ്പോൾ ആ തള്ളിക്കളഞ്ഞ വചനത്തെ വേശ്യമാരും ചുങ്കക്കാരും ചേർത്ത് പിടിച്ചു. മനുഷ്യൻ തള്ളിക്കളഞ്ഞവർ, ലോകം തള്ളിക്കളഞ്ഞവർ, പട്ടണം തള്ളിക്കളഞ്ഞവർ, ഉപേക്ഷിച്ച് മാറ്റി നിർത്തിയവർ, ഇവർ തള്ളിക്കളഞ്ഞ വചനത്തെ അവരൊക്കെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞപ്പാ, ഈ വചനം എന്റെ മേൽ വരട്ടെ, എന്റെ അകത്ത് വരട്ടെ, എന്റെ ജീവിതത്തിനകത്ത് വരട്ടെ. ഇവരങ്ങോട്ട് ചേർത്ത് പിടിച്ചപ്പോൾ ഈ വചനം ഇവർക്കൊരു അനുഗ്രഹമായി, ഈ വചനം ഇവർക്കൊരു വിടുതലായി, ഈ വചനം ഇവരുടെ കുടുംബത്തിനൊരു അത്ഭുതമായി. ഇവര് സ്വർഗത്തിലെ പൗരത്വമുള്ളവരായി, ഇവർ രക്തത്താൽ കഴുകപ്പെട്ടു, ഇവരുടെ പാപത്തിന്റെ ചങ്ങല അഴിഞ്ഞു. വീട്ടുകാരും നാട്ടുകാരും ഇന്നും അവരെ പാവി എന്ന് മുദ്ര കുത്തുമ്പോൾ യേശു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവരെന്റെ മക്കളാണ്, ഇവർ മാറിക്കിടന്നു, പക്ഷെ ഇന്ന് എന്റെ കുഞ്ഞുങ്ങളായി മാറി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, കർത്താവ് നിങ്ങൾക്ക് മുമ്പ് വചനത്തിന്റെ മുൻപിൽ മുട്ടുമടക്കിയ സകല മക്കളും നിങ്ങൾക്ക് മുൻപ് നിങ്ങൾ തള്ളിക്കളഞ്ഞ വചനത്തെ സ്വീകരിച്ച. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം ആ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് ലൂക്കോസ് 7 പോണം. വായിച്ചേ. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ, അത് കണ്ടിട്ടും ഇവർ വിശ്വസിക്കുന്നത് കണ്ടിട്ടും ദൈവവചനം അറിയാമെന്ന് പറഞ്ഞവർ എന്ത് ചെയ്തില്ല? കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. പരീശന്മാരെ പോലെ കുറെ കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷെ വചനത്തിൽ വിശ്വാസം വന്നില്ല, യേശുവിൽ വിശ്വാസം വന്നില്ല, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വാസം വന്നില്ല, ക്രിസ്തുവിന്റെ നീതിയിൽ വിശ്വാസം വന്നില്ല, ആ പരിജ്ഞാനത്തിൽ വിശ്വാസം വന്നില്ല. എന്നാൽ അവർ തള്ളിക്കളഞ്ഞപ്പോ പുറമേ ഉള്ള സ്വയം നീതിക്കാർ കുറെ സ്വയം നീതി ചെയ്ത് ചേർത്ത് വെച്ചപ്പോൾ ചുങ്കക്കാരും വേശ്യമാർക്ക് അവർക്ക് അറിയത്തില്ല. അവർ പറഞ്ഞപ്പോ ഒരിക്കലും ഈ പാപത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല, ഞാൻ അങ്ങയോട് കൂടെ ക്രൂശിക്കപ്പെടാനും മരിക്കാനും അപ്പന് ജീവിക്കാനും ഒരുക്കമാണ്. ആ ജീവൻ എന്റെ മേൽ വരട്ടെ. അവര് നിലവിളിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അവർക്കായി ഇറങ്ങി. നിങ്ങൾക്ക് എത്രവർക്ക് വെളിപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല സ്നേഹിതരെ. ആ കൃപ, ആ ശക്തി അവരുടെ മേൽ വെളിപ്പെട്ടു. അവരുടെ ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റം വന്നു. അവർ സ്വർഗത്തിലെ മക്കളായി മാറി. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 37 മുതൽ അങ്ങോട്ട് വായിച്ചാട്ടെ. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 37-ാം വചനം മുതൽ വായിച്ചേ. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ പരീശന്റെ വീട്ടിൽ, യേശുക്രിസ്തു പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിലിരിക്കുന്നത് അറിഞ്ഞിട്ട് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നാൽ പുറകിൽ അടിക്കുന്നേ ഒരുപാട് ആൾക്കാരുണ്ട്. ആ സഹോദരി എങ്ങനെ അറിഞ്ഞു? പാവിയായ സഹോദരിയാ. പക്ഷെ അവക്കറിയാം എവിടെ വന്നാലേ പാവത്തിന് മോചനമുള്ളൂ, ആര് നിൽക്കുന്നു എന്നും. അത് ചുങ്കക്കാരാണോ, പരീശന്മാരാണോ, ശാസ്ത്രിമാരാണോ, അതോ ഇനി ആരൊക്കെ ഏത് വലിയവർ നിന്നാലും, ഉൽപ്പത്തി മുതൽ വെളിപ്പാടിൽ അരച്ചു കലക്കി കുടിച്ച പരീശന്മാര് നിന്നാലും പാവിയായ സഹോദരിക്ക് അറിയാം, ഞാൻ വരുന്ന സ്ഥലം തെറ്റുപറ്റിയിട്ടില്ല, ഞാൻ കണ്ട സ്ഥലം തെറ്റുപറ്റിയിട്ടില്ല. ആ സഹോദരിക്ക് നല്ലവണ്ണം അറിയാം. ആ സഹോദരി ഒരു വെങ്കൽ ഭരണി തൈലവുമായി യേശുവിന്റെ പുറകിൽ കരഞ്ഞുകൊണ്ട് യേശുവിനെ കണ്ട കരയാത്തവരാരുമില്ല. ആ സഹോദരി ഒരുപാട് പാവികളോടെ ഉണ്ടായിരുന്നു, അനേകർക്ക് കരച്ചിൽ വന്നില്ല. പക്ഷേ സഹോദരി കാണേണ്ടവണ്ണം കാണേണ്ടതുപോലെ കാണേണ്ടവരെ കണ്ടപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തി അവിടെ ഇറങ്ങി, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ അവിടെ ഇറങ്ങി, സ്വർഗത്തിലെ ദൈവത്തിന്റെ അഭിഷേകം അവിടെ ഇറങ്ങി, സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ അവിടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. കാണേണ്ടതുപോലെ അവർ കണ്ടപ്പോൾ എല്ലാവരും നോക്കി. പക്ഷേ സ്വത്രം കാണേണ്ടതുപോലെ കണ്ടപ്പോൾ എങ്ങനെ കാണേണ്ടതുപോലെ കണ്ടപ്പോൾ അവിടെ ഒരുപാട് ഭാവികളുണ്ടായിരുന്നു, കളിയാക്കുന്നവരുണ്ടായിരുന്നു, പരിഹസിക്കുന്നവരുണ്ടായിരുന്നു,
പരിഹസിക്കുന്നവരുണ്ടായിരുന്നു, ഒറ്റപ്പെടുത്തുന്നവരുണ്ടായിരുന്നു, ചുങ്കക്കാരുണ്ടായിരുന്നു, പാവികളുണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അനേകർക്ക് യേശുവിന്റെ മുമ്പിൽ കരയാൻ പറ്റിയില്ല. ഞാൻ എന്തോ ആണെന്ന് പറഞ്ഞവരാരും കരഞ്ഞില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ എല്ലാം തികഞ്ഞെന്ന് പറഞ്ഞ ആരും കരഞ്ഞില്ല. ചുങ്കക്കാരും വേശ്യമാരും കണ്ണീര് വന്നു. ഞാൻ എന്തോ ആണെന്ന് പറഞ്ഞവർ കണ്ണീര് വന്നില്ല. എനിക്ക് വചനം അറിയാം, ഞാൻ ഈ വചനം എല്ലാം അനുസരിക്കുന്ന ആളാണ്, എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞവർക്ക് ആർക്കും കണ്ണീരൊന്നും വന്നില്ല യേശുവിനെ കണ്ടപ്പോഴൊന്നും. പക്ഷേ ഹല്ലേലൂയ, പാപം വെളിപ്പെട്ട സഹോദരിക്ക് കണ്ണീര് വന്നു. അവർക്ക് പറയാൻ ശ്രേഷ്ഠത ഒന്നുമില്ല. അവർക്ക് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ, എനിക്ക് നല്ലതൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പാന്നേ ഉള്ളൂ. അതുകൊണ്ട് അവളുടെ പാപം വെളിപ്പെട്ടു. അവൾ കരയാൻ തുടങ്ങി. കണ്ടോ, യേശുവിന്റെ അടുക്കൽ യഥാർത്ഥമായിട്ട് ഒരാൾ വന്ന് മുട്ടുമടക്കുമ്പോൾ അവൾ കരയുകയാണ്. നോക്കിക്കേ, ഒന്നുകൂടെ വായിച്ചേ, വരി ഒന്ന് വായിച്ചേ. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ, അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. കണ്ടോ, അടുത്ത് തലമുടി കൊണ്ട് തുടച്ച് പാദം എന്ത് ചെയ്തു? തുടച്ചുകൊണ്ട് കാൽ ചുംബിച്ചു തൈലം പൂശി. എന്തെല്ലാം ചെയ്തു നോക്കിയേ? യേശുവിന്റെ പാദത്തിന് ശരീരത്തിൽ എന്തെല്ലാം ചെയ്തു നോക്കിയത്? ഒരു പാവിയെ വന്ന് യേശുവിന്റെ പാദത്തിൽ എല്ലാവരും വരാറുണ്ട്. പക്ഷേ ചിലരുടെ വരവ് സാധാരണ വരവല്ല. യേശുവിന്റെ അനേകർ വരാറുണ്ട് സഹോദരനെ. എന്നാൽ വചനത്തെ സ്വീകരിക്കുന്ന ചിലർ വരാറുണ്ട്. യേശുവിനെ വിശ്വസിക്കുന്ന ചിലർ വരാറുണ്ട്. അപ്പനോടുള്ള പ്രേമം കൊണ്ട് ചിലർ വരാറുണ്ട്. ഇഷ്ടം കൊണ്ട് വരാറുണ്ട്. സ്നേഹം കൊണ്ട് വരാറുണ്ട്. ആ യേശു മാത്രം കർത്താവെന്ന് പറഞ്ഞ് മറ്റൊരു വഴിയില്ലെന്ന് പറഞ്ഞ് വരാറുണ്ട്. അവർ വരുന്നവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അവര് കരയും, അവര് പ്രാർത്ഥിക്കും, അവര് നിലവിളിക്കും, ഉറവുകളിൽ പാപങ്ങൾ ഏറ്റുപറയും, തലമുടി കൊണ്ട് തുരത്തും, കണ്ണുനീര് കൊണ്ട് നടയ്ക്കും, പാദത്തെ ചുംബിക്കും. ഇന്ന് ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, എത്ര പേർ ഇന്ന് ഈ പള്ളിയിൽ വന്നിട്ട് നമ്മൾ എത്ര പേർ ഈ ശുശ്രൂഷ ചെയ്തു? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എത്ര പേർ ഈ ശുശ്രൂഷ ഇന്ന് നമ്മൾ ചെയ്തു? നമ്മൾ എത്ര പേർ ഈ പ്രാർത്ഥന ഇത്രയും സമയമായപ്പോൾ എത്ര പേർക്ക് ആ പാപത്തിൽ വീഴാൻ, ആ ദൈവ സാന്നിധ്യത്തിൽ നിറയാൻ, ആ ദൈവശബ്ദം കേൾക്കാൻ, ആ നാളന്റെ പാപത്തിൽ കെട്ടിപ്പിടിച്ച് പ്രാണപ്രിയ അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ. ഓ ഓ ഓ ജീസസ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ സ്നേഹിതേ. ഹല്ലേലൂയ. എന്നാൽ ആ സഹോദരന്റെ പ്രാണപ്രിയന്റെ അടുക്കൽ വന്നാൽ അവൾ വെറുതെ വരത്തില്ല. അവൾ വന്നിരുന്നാൽ അവൾക്കുള്ളതെല്ലാം അവൾ പങ്കുവെക്കും, അവൾ പറയും, അവൾ കൊണ്ടേ പോകൂ, അവൾ സന്തോഷത്തോടെ പോകൂ, അവൾ പ്രാപിച്ചേ പോകൂ, അവൾ വിടുവിക്കപ്പെട്ടേ പോകൂ. സ്തോത്രം, ഹല്ലേലൂയ. മറ്റുള്ളവർ ഒരു കൂട്ടർ പരിഹസിക്കുമ്പോഴും സഹോദരി യേശുവിനെ പ്രാപിക്കാൻ വന്നതാ. പ്രാപിക്കാൻ വന്നവർക്ക് മറ്റൊന്നും നോക്കാൻ സമയമില്ല. അവർ യേശുവിനെ കൊണ്ടേ പോകൂ. അവരടുത്തിരിക്കുന്ന ആരെ എന്ത് കുറ്റമെന്ന് കണ്ടുപിടിക്കാൻ നോക്കത്തില്ല. അവർ യേശുവിനെ കൊണ്ടേ പോകും. അതാണ് അവരുടെ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. വായിച്ചേ, ആ വചനത്തോട് വായിച്ചേ. ഇപ്പൊ വായിച്ച വചനം ഒന്നുകൂടെ വായിച്ചേ. അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു. ആ കാൽ എന്ത് ചെയ്തു? എന്തെല്ലാം ചെയ്ത് നോക്കി? കാല് ചുംബിച്ചു. അടുത്ത് തൈലം പൂശി. അടുത്ത് അവനെ
അത് കണ്ടിട്ട് കണ്ടോ, ഇതൊക്കെ കണ്ടിട്ട് പ്രവാചകനായിരുന്നു എങ്കിൽ, ഓ കണ്ടോ, അവിടെ വചനം അവർ പരീക്ഷ വലിയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ അവരൊക്കെ കുറ്റപ്പെടുത്തി. ഒന്നുകൂടെ വായിച്ച വരി. അവനെ ക്ഷണിച്ച പരീക്ഷൻ അത് കണ്ടിട്ട്. പരീക്ഷൻ എന്ന് ഞാനെന്നറിയാലോ, നമ്മൾ അപ്പോസ്തലനാകുന്ന പൗലോസ് പരീക്ഷനായിരുന്നു എന്ന് പറഞ്ഞാൽ വചനം ന്യായപ്രമാണം അറിയാന്നുള്ള ആളാ പരീക്ഷൻ. വചനം എല്ലാം അറിയാം, കണ്ടോ, എല്ലാം അറിയാന്നുള്ളൊരു ചീർത്തിരിക്കുമ്പോ അറിവില്ലാത്ത സഹോദരി അവക്കറിയാം, ഒന്നേ അറിയാവൂ, ഈ ഇരിക്കുന്ന രക്ഷകൻ അവർക്ക് വേറൊന്നും അറിയത്തില്ല. അവക്കറിയാം ഈ ഇരിക്കുന്ന രക്ഷകൻ, ഇതിനകത്ത് ഒരുപാട് ഇരിപ്പുണ്ട്. പക്ഷെ അവള് കാലിൽ ആരുടെ കാലിലാണ് ചുംബിച്ചത്? അതായിരുന്നു രക്ഷകൻ. അവൾ തെറ്റുപറ്റിയില്ല. അവൾ ചുംബിക്കേണ്ടവനെ തന്നെ ചുംബിച്ചു. അവൾ വീഴേണ്ട പാദത്തിൽ തന്നെ വീണു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന മകനെ മകളെ അവൾക്ക് തെറ്റുപറ്റിയില്ല. ജീസസ്, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അവൾ വീണ പാദം തെറ്റുപറ്റിയില്ല. അവിടെ ഒരുപാട് ഒരു ചുറ്റും ഇരുന്നു, മാറിയൊന്നും ചുംബിച്ചില്ല കേട്ടോ. ഒരുപാട് കഴിവുള്ളവരും പ്രാഗൽഭ്യമുള്ളവരും ഒരുപോലെ ഉള്ളവരിരുന്നു, പക്ഷെ അവരുടെ കാലൊന്നും വീണില്ല. അവർക്കറിയാം നിത്യജീവന്റെ മൊഴിയുള്ള ഒരുവനാണ് ഈ ഇരിക്കുന്നതിൽ ഇന്ന ആള്. ആ ആളിന്റെ ചുവട്ടിൽ തന്നെ വന്ന് കരഞ്ഞു. അവൾക്ക് മാറ്റം വന്നില്ല. നോക്കിക്കേ, അവൾക്ക് ആൾ മാറിയില്ല, യേശുവിന്റെ പാദത്തിൽ തന്നെ വന്നു. ഇന്ന് പകൽക്കാലം യേശുവിന്റെ പാദത്തിൽ ചുംബിക്കുന്ന പൈതലെ, യേശുവിന്റെ പാദത്തിൽ വീട് കിടക്കുന്ന പൈതലെ, നീ നശിക്കാൻ ദൈവം വിടുകയില്ല. ഓ, നീ തകരാൻ ദൈവം വിടുകയില്ല. ഓ, നിന്നെ തള്ളി ആരൊക്കെ തള്ളിയാലും പാദത്തിൽ വീട് കിടക്കുന്ന മകനെ മകളെ, നിന്നെ തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട്. ഓ ജീസസ്, ഹല്ലേലൂയ. പരീക്ഷനായിട്ട് വചനം അരച്ച് ഇളക്കി കുടിച്ചവന് യേശുവിനെ മസിഹ എന്ന് അംഗീകരിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഈ സഹോദരി യേശുവിനെ മസിഹ എന്ന് സ്വീകരിച്ചു. ഈ പരീക്ഷന് വചനം എല്ലാം അറിയാം. അവർ യേശുവിനെ കാത്തിരിക്കുകയാണ് ഇവരൊക്കെ. പക്ഷെ കാത്തിരിക്കുന്ന ഇവർക്ക് യേശു അടുത്ത് വന്നിട്ടും കാണാൻ പറ്റാതിരിക്കുമ്പോൾ ഈ സഹോദരി കണ്ടു, ഈ യേശു മസിഹയാ. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, എനിക്കായി നീ തകർക്കപ്പെട്ടു. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, എനിക്കായി നീ തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. ആ കർത്താവിനെ ആ സഹോദരി തിരിച്ചറിഞ്ഞു. പരീശന്മാരെ, നിങ്ങൾ ഈ വചനമെല്ലാം പഠിച്ച് നിങ്ങൾ അത് ചീർത്തിരിക്കുമ്പോൾ അതിൽ നിങ്ങൾ അറിവ് സമ്പാദിച്ച്, ലോകപരമായ അറിവ് സമ്പാദിച്ച്, എല്ലാത്തിനും പതാരം കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, എനിക്കെല്ലാത്തിനും മിടുക്കൊണ്ട് കഴിവുണ്ടെന്ന് പറഞ്ഞ് നീ പ്രശംസിക്കുമ്പോൾ നിനക്ക് മുട്ടിൽ വീഴാനുള്ള, അപ്പന്റെ പാവത്തെ ചുംബിക്കാനുള്ള താഴ്മയില്ല. നീ പുറത്തൂടെ കുറെ കാര്യങ്ങളുണ്ട്. നിനക്ക് ആ പാദത്തിൽ വീണ് താഴ്മ ധരിച്ച് ആ കരുണയുടെ ആഴമെന്തെന്ന്, ആ സ്നേഹത്തിന്റെ ആഴമെന്തെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെ നീ തള്ളിക്കളഞ്ഞ ആ പാവിക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇങ്ങനത്തെ മനസ്സിലാകുന്ന എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. അറിവുള്ള ഒരുപാട് പേർ, യേശുവിനെയും യേശുവിന്റെ വചനത്തെ കുറിച്ച് അറിവുള്ളവർ, അത് കൂടുതൽ കിട്ടുമ്പോൾ തള്ളിക്കളഞ്ഞ് പരിഹസിച്ച് പുറത്തു പോകുമ്പോൾ അറിവില്ലാത്ത സഹോദരി, കഴിവില്ല, അവക്കറിയാം യേശു മഷിക എന്നറിയാം, ഈ യേശുവിന് മാത്രമേ പാപത്തെ മോചിപ്പിക്കാൻ പറ്റുള്ളൂ എന്നറിയാം. വേദമൊന്നും ആ സഹോദരിക്ക് അറിയത്തില്ല. ആമേ. ആ സഹോദരി പരിമള തൈലവും എണ്ണയുമായി പരിമള തൈലവുമായി സഹോദരി അടുത്ത് വന്നു. യേശുവിന്റെ പുറകിൽ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ ആ ഭാഗം മുതൽ വായിച്ചേ. അവൾ വായിച്ചേ. പുറകിൽ അവളുടെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. അടുത്ത് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. അടുത്ത് തലമുടി കൊണ്ട് തുടച്ചു. കാൽ എന്ത് ചെയ്തു? ചുംബിച്ചു. കണ്ടോ, 38 വാക്യം വായിച്ചത്. സ്വോത്രം. കാൽ എന്ത് ചെയ്തു? അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു. കാൽ ചുംബിച്ചു. അടുത്താണ് തൈലം. സ്വോത്രം. തൈലം ഇവിടെ വെച്ചിട്ട് ഇവിടെ കരയാൻ തുടങ്ങി. കാൽക്കൽ കണ്ണുനീര് കൊണ്ടാണ് ആദ്യം എന്ത് ചെയ്തത്? കാല് നനച്ചു തുടങ്ങി. തൈലമല്ല ആദ്യം ഒഴിച്ചത്, കണ്ണുനീര് കൊണ്ട് എൻ്റെ അപ്പൻ്റെ പാദം നനച്ചു തുടങ്ങി. പാപിയായൊരു സ്ത്രീയായിരുന്നു.
അവിടെ എഴുതിയിട്ടുണ്ട് പാപിയായ സ്ത്രീയെന്ന്. ഹല്ലേലൂയ. ഒരു കണ്ണുനീര് കണ്ടോ, ആ സഹോദരിക്ക് വെളിപ്പെട്ടു ഇത് യേശു. പക്ഷേ വചനം അറിയാന്നുള്ളവർക്ക് വെളിപ്പെട്ടില്ല ഇത് യേശു. കണ്ടോ, അവര് സ്വർഗത്തിൽ മുമ്പേ പ്രവേശിക്കുന്നു പറഞ്ഞ കാരണം ഇതാ, അവർക്ക് വെളിപ്പെട്ടു. ലോകം അംഗീകരിച്ചില്ല, ദേശം അംഗീകരിച്ചില്ല, പട്ടണം അംഗീകരിച്ചില്ല. പക്ഷേ യേശു അവിടെ അംഗീകരിച്ചു. ആരും അംഗീകരിക്കണ്ട, പിന്നെ നിങ്ങൾ യേശു അംഗീകരിച്ചാൽ. ഓ, അടുത്ത വാക്യം വായിച്ചേ. ക്ഷണിച്ച പരീക്ഷൻ അത് കണ്ടിട്ട്, ക്ഷണിച്ച പരീക്ഷൻ അവന് വചനമെല്ലാം അറിയാം. കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ, ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവൾ എന്നും അറിയുമായിരുന്നു. അപ്പൊ ഈ പരീക്ഷന് മനസ്സിലായി, യേശുവാണെന്ന് മനസ്സിലായില്ല. പ്രവാചകൻ എന്ന് പോലും അല്ലെന്നാ പറയുന്നത്. പ്രവാചകന്റെ ഗണത്തിൽ പോലും ആരെ പെടുത്തിയില്ല. ഈ പരീക്ഷന് വചനം അറിയാന്നുള്ളവൻ യേശുവിനെ പെടുത്തിയില്ല. പക്ഷെ വചനം അറിയാത്ത സഹോദരി ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാണ്. ഇത് ലോകരക്ഷകനാണ്, ഇതാണ് മശിഹയാണ് അവർക്ക് വെളിപ്പെട്ടു. കണ്ടോ, അതുകൊണ്ടാണ് ആരെ തിരിഞ്ഞു നോക്കാതെ അവളപ്പന്റെ പാദത്തിൽ വീണത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നാൽ എല്ലാം അറിയാതെ പറഞ്ഞവൻ, ഒരു പ്രവാചകന്റെ സ്ഥാനത്ത് പോലും യേശുവിനെ കാണാൻ പറ്റാത്തവൻ. വചനം അറിയാം, വചനത്തിന്റെ കുറവുണ്ടല്ലോ, എല്ലാം അറിയാം. പക്ഷേ ഒരു പ്രവാചകന്റെ ഗണത്തിൽ പോലും യേശുവിനെ പെടുത്താത്തവൻ പ്രവാചകനായിരുന്നെങ്കിൽ ഇവൻ പാവിയെ തിരിച്ചറിയത്തില്ലായിരുന്നോ? അടുത്തവൻ വായിച്ചേ. അവൻ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. അടുത്ത് ശീമോനെ, നിന്നോടൊന്ന് പറയാനുണ്ട്. യേശു അതിന് മറുപടി കൊടുത്തു. ശീമോനെ, നിന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് യേശു പറഞ്ഞതിനെ അടുത്ത് ഗുരു പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു. അപ്പൊ ശീമോൻ എന്ന പരീക്ഷന്റെ വീട്ടില അടുത്ത് കടം കൊടുക്കുന്ന ഒരുത്തനെ രണ്ട് കടക്കാരുണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. 500 വെള്ളിക്കാശും 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വക ഇല്ലായകയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. രണ്ടുപേർക്കും ഇളച്ചു കൊടുത്തു. അടുത്ത് എന്നാൽ അവരിൽ അവനെ അധികം സ്നേഹിക്കും. അവരിൽ ആരാണ് യേശുവിനെ അധികം കേട്ടോ ഇളച്ചു കിട്ടി അല്ലേ? രണ്ടുപേർക്ക്, ഒരാളിന് കൂടുതലും ഒരാളിന് കുറച്ചും. യേശുക്രിസ്തു ചോദിക്കുകയാണ്, ഇവരിൽ ആരാണ് യേശുവിനെ അധികം സ്നേഹിക്കും? അടുത്ത വരി. അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശീമോൻ പറഞ്ഞു. ഊഹം പറഞ്ഞു. അധികം ഇളച്ചു കിട്ടിയവൻ. അടുത്ത വരി വായിച്ചേ. അവനോട് നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. നീ വിധിച്ചത് ശരി തന്നെ, ശരിയൊക്കെ വിധിക്കാൻ അറിയാം. അടുത്ത സ്ത്രീയുടെ നേരെ തിരിഞ്ഞു. അടുത്ത് ആരുടെ നേരെ തിരിഞ്ഞു? യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ രാഫ, സൗഖ്യദായകൻ, അങ്ങെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശമ്മ, കൂടെയിരിക്കും, ആവശ്യങ്ങൾ യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ. ആരുടെ നേരെയാണ് യേശു തിരിഞ്ഞത്? ആ സഹോദരിയുടെ നേരെ എന്ത് ചെയ്തു? ആ സ്ത്രീയുടെ നേരെ എന്ത് ചെയ്തു? ലോകം പാവിയെന്ന് മുദ്ര കുത്തിയ ആ വീട്ടിനകത്ത് നിന്ന് സകലരും, ഓ ഇവളാണോ ചുണ്ടിക്ക് ഇവൾക്കെന്ത് യോഗ്യത എന്ന് മുദ്ര കുത്തിയ അവളുടെ മുഖത്തേക്ക് പ്രാണപ്രിയൻ, സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവൻ, രാജാതി രാജാവ് മശിഹ
സർവശക്തൻ തിരിഞ്ഞു നോക്കി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, വലിപ്പ ചെറുപ്പമില്ലാതെ തങ്ങളെ തന്നെ താഴ്ത്തി വീട് കിടക്കുന്നവനെ തിരിഞ്ഞു നോക്കുന്ന ഒരു ദൈവമുണ്ട്. വീട് കിടക്കുന്ന പൈതല്ലേ, പാദം ചുംബിക്കുന്ന പൈതല്ലേ, ഏതുമല്ലെന്ന് വീട് കിടക്കുന്ന പൈതല്ലേ നോക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ ദൈവം ആ വീട്ടിനകത്ത് വെച്ച് പരീക്ഷന്റെ വീട്ടിലെ ആരാധന നടന്നത്. പക്ഷെ വിടുതൽ പരീക്ഷന് കിട്ടിയില്ല. പരീക്ഷന്റെ വീട്ടിൽ എന്ത് നടന്നു? ആരാധന നടന്നു. ആരാധന വിടുതൽ കിട്ടിയത് പരീക്ഷ ആ വീട്ടുകാർക്കാണോ അതോ വന്നവർക്കാണോ? പറ. വീട്ടുകാർ കുറ്റം കണ്ടുപിടിച്ചോണ്ടിരുന്നപ്പോൾ വന്നവൻ വിടുതൽ പ്രാപിച്ചു. വന്നവരെല്ലാം ആ വീട്ടുകാർ കുറ്റം കണ്ടുപിടിച്ചോണ്ടിരിക്കുമ്പോൾ എന്നാൽ പുറത്തു നിന്ന ഒരു സഹോദരി വിടുതലും പ്രാപിച്ച് നൃത്തം ചെയ്ത് കണ്ടോ? മനസ്സിലായോ? ഹല്ലേലൂയ. യേശുവിനെ പ്രാർത്ഥന ഏൽപ്പിച്ച വീട്ടുകാർക്ക് യേശുവിനെ കുറ്റപ്പെടുത്താനേ വീട്ടുകാർക്ക് നന്മ വല്ലതും വന്നവിടെ. പിന്നെ ആരാ നന്മ പ്രാപിച്ചേ? വീണതിനെ, താണതിനെ, സമർപ്പിച്ചതിനെ, കീഴടങ്ങിയതിനെ, കെട്ടിപ്പിടിച്ചതിനെ ഞാൻ ഏതുമല്ലപ്പാ, അങ്ങേക്ക് മാത്രം രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ഞാൻ എൻ്റെ പാപത്തെ രക്ഷിക്കാൻ അങ്ങേക്ക് പറ്റുകയുള്ളൂ. ഞാൻ പാവി, അയ്യോ ഈ പാവത്തെ ജയിക്കാൻ എന്നെ കൊണ്ട് ശേഷിയില്ല, ഇതാ ഞാൻ മരിക്കാൻ ഒരുക്കം, അങ്ങ് ജീവിച്ചാൽ ഞാൻ മരിക്കാൻ ഒരുക്കം എന്ന് താഴ്ത്തി വീട് കൊടുത്തത് ആരുണ്ടോ അവൾക്ക് വിടുതലായി. ആരാധനാക്ക വിടുതലായേ? ആ വീട്ടിനകത്തുള്ള ആരാധനാക്ക വിടുതലായി. വെളിയിൽ നിന്ന് വന്നവർക്കാണോ അകത്തുള്ളവർക്കാണോ? വെളിയിൽ നിന്ന് വന്നവര് വിടുതല പ്രാപിച്ച ആനന്ദത്തോടെ യേശുവിനെ കൊണ്ട് അകത്തുള്ളവര് കുറ്റപ്പെടുത്തി കുറച്ചും കൂടെ അത് പാപത്തോട് പാപം കൂട്ടിയപ്പോ പുറത്തു നിന്ന് വന്ന സഹോദരി ആരെ കുറിച്ച് ഒന്നും പറയാനില്ല, ആരെയും വിരൽ ചൂടാനില്ല. നീ ഭാവി എന്ന് പറയാനില്ല, എടാ നീ കള്ളനല്ലേ എന്ന് പറയാനില്ല. കാരണം ഈ സഹോദരിക്ക് ഒരുപാട് പറ്റി പറയാൻ കാണും ഒരു പക്ഷേ. കാരണം ഒരു ഭാവിയായിട്ട് ഒരുപാടിനെ കുറിച്ച് അവിടെ നിൽക്കുന്നതിനെ കുറിച്ച് കറക്റ്റ് പൊസിഷനെ പറയാൻ കാണും. പക്ഷേ അവരുടെ ഡ്യൂട്ടി അതല്ല. അവരുടെ ഡ്യൂട്ടി അവരുടെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കായിരുന്നു. ആ മോചനത്തിന് വേണ്ടി യേശുവിന്റെ മുമ്പിൽ കരഞ്ഞു. എന്നാൽ യേശു സകല ജനത്തിന്റെ നടുവിൽ, യേശുവിനെ പരിഹസിക്കുന്ന ജനത്തിന്റെ നടുവിലും സഹോദരിയെ പരിഹസിക്കുന്ന ജനത്തിന്റെ നടുവിലും യേശു അവളുടെ മുഖത്ത് തിരിഞ്ഞു നോക്കി. സ്തോത്രം. ശിവനോട് ചോദിച്ചു, ശിവനെ 2 കടക്കാരെ കാണിച്ചു കൊടുത്തു, ഒരാളിന് കുറച്ച് കൂടുതലും ഒരാളിന് കുറച്ച് കുറവും. ഇത്രയും കടത്തിൽ 2 പേർക്ക് ഇളച്ചു കൊടുത്തു. എടാ ആർക്കായിരിക്കും സ്നേഹം കൂടുതൽ കണം ഇളച്ചു കിട്ടിയിരുന്നല്ലേ? എന്നിട്ട് സ്ത്രീയുടെ മേൽ തിരിഞ്ഞു. അടുത്തവര് വായിച്ചേ. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഈ സ്ത്രീയെ നീ കണ്ടോ ശീമോനെ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു. നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. അർത്ഥം എന്താ? നീ വെള്ളം തരേണ്ടവനാ, കാരണം നീ ശരിയല്ല. നീ വെള്ളം തരേണ്ടവനായിരുന്നു. നീ പ്രാർത്ഥനയൊക്കെ വെച്ചു, നീ ആഹാരമെല്ലാം റെഡിയാക്കി, നീ ഭയങ്കര ആഘോഷമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിന്റെ ജീവിതത്തിൽ നിനക്ക് താഴ്മ ധരിക്കാനോ മുട്ടുമടക്കാനോ ഈ വചനത്തെ ഏറ്റെടുക്കാനോ ഞാനല്ല, ഞാൻ മരിക്കാൻ ഒരുക്കമാണ്, അങ്ങ് മഷിയാണെന്ന് ഏറ്റെടുക്കാനോ നീ ചെയ്തില്ല. പക്ഷെ ഇവളുണ്ടല്ലോ, അർത്ഥം എന്താ? നീ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് ജീവിതത്തിനകത്ത് കുഴപ്പങ്ങളുണ്ട്. ഇവള് ചെയ്തതിനേക്കാൾ അപ്പുറം നീ ചെയ്യേണ്ട ആളാണ്. പക്ഷെ നിനക്കത് കണ്ടെത്താൻ പറ്റില്ല, നിനക്കത് മനസ്സിലാക്കാൻ നീ നിനക്ക് തന്നെ ജ്ഞാനിയായി, നീ നിനക്ക് തന്നെ വഴിയാളായി, നീ നിനക്ക് തന്നെ എന്തോ ആയി, നീ ആരോ ആണെന്ന് നിനക്ക് തന്നെ തോന്നി. നിനക്ക് വചനമൊക്കെ വലുതായിട്ട് അറിയാതെ നിനക്കൊരു തോന്നല് ഉണ്ടായി. നീ പതാരം കൊടുത്തെന്നൊരു തോന്നല്, നീ ചതക്കുമ്പയ്ക്ക് പോലും പതാരം കൊടുത്തു, 3 വട്ടം ഉപവസിച്ചു എന്നൊരു തോന്നല് നിനക്ക്. നീ 2 മണിക്കൂർ പ്രാർത്ഥിച്ച കണക്കും കൊണ്ട് പൊക്കി വെച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവക്കോ പറയാനൊന്നുമില്ല. വെളിപ്പെടുന്നു നീ കടഞ്ഞുവിടാ. വായിച്ച വചനം വായിച്ചേ. നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. അവിടെ നോക്കിയിട്ട് പറയണം, നീ ശിവോനെ, നീ നിന്റെ വീട്ടിൽ ഞാൻ വന്നു, പക്ഷെ നീ എനിക്ക് ഒന്ന് വായിച്ചേ. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. അവിടെ അയാൾക്ക് കുറവുണ്ടായിരുന്നു, പക്ഷേ നീ വെള്ളം തന്നില്ല. അടുത്ത വായിച്ചേ.
ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു. മനസ്സിലായോ? കഴിയാൻ പറ്റി. അവൾക്ക് പാവം ഉണർന്നു, അവളുടെ തെറ്റുണർന്നു, അവളുടെ ജീവിതത്തിൽ കുറവുണർന്നു. നിനക്കുണരാൻ പറ്റില്ല. നിന്റെ കൈകൾ പോത്ത ഹൃദയം, തടിച്ച മനസ്സ്, അയ്യോ വീഴാൻ പറ്റാത്ത ഞാനെന്ന ഭാവം, നിന്റെ അറിവ് ചീർത്ത നിന്റെ ജീവിതം, നിന്റെ മുട്ടുമടക്കാൻ പറ്റാതെ ഒരു പ്രവാചകന്റെ ലിസ്റ്റിൽ പോലും മശിഹാ തമ്പുരാനെ പെടുത്താതെ നീ ജഡത്തിൽ അഹങ്കരിച്ചിരിക്കുമ്പോൾ ഇവൾക്ക് പ്രശംസിക്കാൻ മറ്റാരുമില്ലാതെ ഇവൾ വെള്ളമല്ല ശീമോന് തന്നത്, കണ്ണീരാണ്. ഹല്ലേലൂയ. കണ്ണീര് വരണമെങ്കിൽ ആഴത്തിനകത്ത് ചുമ്മാ ഇരുന്ന കണ്ണീര് വരുമോ? നിങ്ങൾക്ക് എനിക്ക് സാധാരണ കണ്ണീരുന്ന അങ്ങ് അറ്റത്തെത്തിയാലും കണ്ണീര് വരും, അല്ലെങ്കിൽ വരില്ല. ചെറിയ കാര്യങ്ങൾ ചികിത്സൊന്നും വരില്ല, വരാത്ത ആളാണ് ഞാൻ, വരില്ല. ഈ ചികിത്സ വിളിച്ചാലും കരഞ്ഞാലും വരില്ല, കണ്ണീര് വരില്ല. അല്ലാതെ വിളിച്ചു നോക്ക്, കരയും വരില്ല. ചില കാര്യങ്ങൾ നോക്കി തീരുവേ കരയും, കണ്ണീര് വരില്ല. പക്ഷെ അത് നല്ല രീതിയിൽ നൊന്താലെന്ത് വരും? ഈ സഹോദരി കണ്ണീരെങ്ങ അങ്ങനെ വന്നേ, അവളുടെ പാപത്തിന്റെ ആ കടുപ്പ് കണ്ടപ്പോൾ അവളുടെ കണ്ണുനീരങ്ങ് കാല് കഴുകാനുള്ള എങ്ങനെ നമ്മളെ പോലെ 2 തുള്ളി കണ്ണീരല്ല നമ്മളോ എങ്ങനെയെങ്കിലും കണ്ണീര് വരുത്താൻ വേണ്ടി കരച്ചിലൊക്കെ നമ്മൾ കരഞ്ഞു വരില്ല. അതോ വന്നാലും ഞെക്കി ഞെരുക്കിയൊക്കെ 2 തുള്ളിയെ. ഇതങ്ങനെയല്ല, കാലം നനച്ച് കഴുകാനുള്ള. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി അർത്ഥം എന്താ? അത്രയ്ക്ക് യേശുവിനോട് ആഴമായൊരു സ്നേഹം, ബന്ധം, അടുപ്പം, ഇഷ്ടം, താല്പര്യം, ആർക്കും മാറ്റിവിടാൻ പറ്റാത്ത, ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത മസിഹായി അടുത്ത് വന്നപ്പോൾ, അവരുടെ ജീവിതത്തിൽ വന്നപ്പോഴേ ആനന്ദം നമുക്ക് വരാൻ തുടങ്ങി. ഓ ഹല്ലേലൂയ. ആനന്ദത്തിന്റെ കണ്ണീരുണ്ട്, ദുഃഖത്തിന്റെ കണ്ണീരുണ്ട്, പാപത്തിന്റെ കണ്ണീരുണ്ട്, എല്ലാ കണ്ണീരാലും അവൾ ഹൃദയം തുറന്നങ്ങ് കരഞ്ഞു. കരഞ്ഞ കണ്ണീരങ്ങ് ഒഴുകിയ യേശുവിന്റെ പാദത്തിൽ അങ്ങ് എന്ത് ചെയ്തു? ശിമോനെ, ഞാനിവിടെ വന്നിട്ട് നിനക്കൊന്നും തോന്നിയില്ല, മശിഹാ എന്ന് തോന്നില്ല, ഒരു പ്രവാചകൻ എന്നുള്ളത് തോന്നിയില്ല, പാപത്തെ മോചിപ്പിക്കാൻ എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്ക് തോന്നിയില്ല, നീ കൊടും പാവിയാണ്, ഞാനെന്ന അഹങ്കാരം പൊങ്ങി നിഗളം പൊങ്ങി നിനക്കിരിക്കുന്നുണ്ട്. പക്ഷെ നിനക്ക് ആ അഹങ്കാരം മുറിയുന്നില്ല. നീ മറ്റുള്ളവരെ എപ്പോഴും നിന്നെ വിരൽ ചൂണ്ടി നീ ആരാണെന്ന് നോക്കേണ്ട സ്ഥാനത്ത് സ്ട്രിക്റ്റ് ആക്കേണ്ടത് മുമ്പിലിരിക്കുന്ന വ്യക്തിയാണോ എന്നെയാണോ? ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്ട്രിക്റ്റ് ആക്കേണ്ടത് നിങ്ങളെയാണോ എന്നെയാണോ? എന്നെ സ്ട്രിക്റ്റ് ആക്കണം. മനസ്സിലായോ? നമ്മൾ അവരവരെയാണ്. സ്തോത്രം. നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത്, കെയർ ചെയ്യേണ്ടത് ഞാൻ എന്നെയാണ്. ഞാൻ എന്നെയാണ് വിരൽ ചൂണ്ടി എന്റെ കുറവുകളെ കുത്തി വെളിയിലെടുത്ത് രക്തത്താൽ കഴുകൽ പ്രാപിക്കേണ്ടത് ഞാൻ എന്നെയാണ്. നിങ്ങളെയാണ്. എന്നാൽ പരീശനല്ല കുത്തിയത്, പരീശൻ യേശുവിനെ ആ സഹോദരിയെ കുത്തി. കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളെ കുത്തണം. വേറെ ആര് കുത്തിയാലും നമ്മൾ കേൾക്കത്തില്ല സഹോദരങ്ങളെ, നമ്മൾ അംഗീകരിക്കത്തില്ല. നമ്മളിലേക്ക് കുത്തണം. യേശു പറഞ്ഞു, എടാ നിന്റെ വീട്ടിലാ വന്നേ, പക്ഷേ നീ എനിക്ക് വെള്ളം തന്നില്ല കാല് കഴുകാൻ. പക്ഷേ ഇവളുടെ കയ്യിൽ വെള്ളമില്ല, പക്ഷെ കണ്ണീര് കൊണ്ട് ഇവളെന്റെ പാദം നനച്ചു. വായിച്ചു, ഒന്നുകൂടെ വായിച്ചു. ഇവളും കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ തുടയ്ക്കാൻ ഒരു തുണിയും തന്നില്ല, പക്ഷെ ഇവളുടെ തലമുടി കൊണ്ട് എന്ത് ചെയ്തു? അടുത്തവര് വായിച്ചേ. നീ എനിക്ക് ചുംബനം തന്നില്ല. നിനക്ക് എന്നെ ചുംബിക്കാനുള്ള ഇഷ്ടം. ആരെ ചുംബിക്കുന്നത്? സത്യത്തിൽ നമുക്ക് ഒരാളെ ചുംബനം കൊടുക്കണം എന്ത് തോന്നണം? ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ആണോ അല്ലേ? ആണോ അല്ലേ? സ്നേഹം തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പറ, അതെ കല്ലുപോലെ ഇരിക്കുവോ? സ്വത്രം. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മക്കളോട് സ്നേഹം തോന്നി എന്ത് ചെയ്യും? ഉടനെ ചുംബനം കൊടുക്കും. ഉടനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കൂല്ലേ? തൂക്കിയെടുക്കൂലേ? എന്തെല്ലാം ചെയ്യൂലേ? അപ്പൊ ഈ സഹോദരി ചുംബനം കൊടുക്കാൻ കാരണം എന്താ? എന്റെ പ്രാണപ്രിയനോടുള്ള ആഴമായ ഇഷ്ടം. നിനക്ക് എന്നെ അറിയാമായിരുന്നു, പക്ഷെ എന്നോടുള്ള ഇഷ്ടം നിനക്ക് വന്നോ? പക്ഷേ ഇവളങ്ങനെ അല്ല. ഇവൾ വേറൊന്നും ചെയ്തില്ല. നിന്റെ മുമ്പിൽ ഇവിടെ പാവിയായിരിക്കാം, നിന്റെ മുമ്പിൽ നീ വിരൽ ചൂണ്ടി, പക്ഷേ
ഇവളുണ്ടല്ലോ, എന്നോടുള്ള ഇഷ്ടമുണ്ട്, ഇവൾ എനിക്ക് ചുംബനം തന്നു. എത്രയൊക്കെ മനസ്സിലായി സ്നേഹിതരെ? ഹല്ലേലൂയ. ചുംബനത്തിന് ആഗ്രഹിക്കുന്ന അരിമനാഥൻ. നിങ്ങൾക്ക് എത്രയൊക്കെ പിടികിട്ടി? പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, എന്റെ സ്നേഹം യേശുവിനു മാത്രം, വേറെ ആരും ആരുമില്ല. എന്റേതെല്ലാം യേശുവിനു മാത്രം, എന്നെ മുറ്റും താഴുന്നീതാ, എന്നെ മുറ്റും താഴുന്നീതാ. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ, എന്റെ പാപം എല്ലാം പോയി, എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എന്റെ സ്നേഹം യേശുവിനു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം യേശുവിനു മാത്രം, എന്നെ പോറ്റും കാരുണ്യനാ, എന്നെ പോറ്റും കാരുണ്യനാ. ഹല്ലേലൂയ. യോഹന്നാൻ 21 യേശു സ്നേഹം ആഗ്രഹിക്കുന്നു. പത്രോസേ, നീ ഇവരിലെല്ലാത്തിനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. സ്നേഹം ഇഷ്ടപ്പെടുന്നു. ഷീമോന്റെ വീട്ടിൽ വന്നപ്പോ ചുംബനം ഇഷ്ടപ്പെടുന്ന യേശു. ഹോ, അവിടെ യോഹന്നാൻ 21 സ്നേഹം ഇഷ്ടപ്പെടുന്ന യേശു പരീശനാകുന്ന ഷീമോന്റെ വീട്ടിൽ വന്നപ്പോൾ ചുംബനം ആഗ്രഹിച്ചു. പക്ഷേ കൊടുക്കേണ്ടവരാരും എന്ത് ചെയ്തില്ല? ആരും പ്രതീക്ഷിക്കാത്തവരെന്ത് ചെയ്തു? ചുംബിച്ചു. സ്തോത്രം. ഒന്നുകൂടെ വായിച്ച വരി എത്രയും. നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. അടുത്ത വരി. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ. ശ്രദ്ധിക്കണേ, ഇന്ന് പള്ളിക്കകത്ത് വന്നപ്പോഴേ നമ്മളെ പള്ളിക്കകത്ത് ആരുണ്ട്? യേശുവിനെ വന്നതുപോലെ ചുംബിക്കുന്ന എത്ര പേരുണ്ട്? സഹോദരി പറയുകയാണ്, സഹോദരിയോട് യേശു പറയുകയാണ്, ശീമോനോട് പറയുകയാണ്, ജനത്തോട് പറയുകയാണ്, നീ എനിക്ക് ചുംബനം തന്നില്ല, പക്ഷെ ഞാൻ വന്ന് കയറിയത് മുതൽ ഇപ്പോഴെന്നെ ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പാദം ചുംബിച്ചുകൊണ്ടിരിക്കുക. ജീസസ്. ഹല്ലേലൂയ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുവനാ. Just
ചുംബിക്കാത്തവരാ? നമ്മളിലുണ്ട്. നമ്മുടെ യേശുവിലും യേശു നമ്മളിലുമാണ്. നമ്മൾ എത്ര പേര് വന്നത് മുതൽ ചുംബിക്കുന്നുണ്ട് സഹോദരങ്ങളെ? സ്നേഹമുള്ളവർക്ക് ചുംബിക്കാൻ പറ്റൂ. എല്ലാവർക്കും ചുംബിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ചുംബിക്കാൻ പറ്റത്തില്ല. യേശുവിനെ ചുംബിച്ചത് മുഖത്തിലല്ല, യേശുവിനെ ചുംബിച്ചത് പാദത്തിലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ മുഖത്ത് ചുംബിക്കും അല്ലേ, കയ്യിൽ ചുംബിക്കും അല്ലേ, തലയിൽ ചുംബനം കൊടുക്കും അല്ലേ, ചിലപ്പോ കയ്യിൽ ചുംബിക്കൂലേ. പക്ഷേ യേശുവിനെ ഈ സഹോദരി ചുംബിച്ചത് പാദത്തില. സർവശക്തന്റെ പാദത്തിലൂടെ ചുംബിച്ചു. അടുത്ത ഒരു വായിച്ചേ. ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. എങ്ങനെയാ ചുംബിച്ചത്? അരമണിക്കൂർ ഇടപെട്ടെന്നാണോ? വന്നത് മുതൽ ഇടം വിട എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു സെക്കൻഡ് പോലും ഒഴിയാതെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ അത്രയ്ക്ക് സ്നേഹം ആ സഹോദരി നിറഞ്ഞ് ഒഴുകിക്കൊണ്ടേയിരുന്നു. കണ്ടോ? അടുത്ത വരി. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. നീ എന്റെ തലയിൽ എന്ത് ചെയ്തില്ല? തൈലം പൂശിയില്ല. അടുത്ത വരി. ഇവളോ പരിമള തൈലം കൊണ്ട്. കണ്ടോ? നിന്റെ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ നീ സൂക്ഷിച്ചിരിക്കുക. പക്ഷെ ഈ സഹോദരി കാലങ്ങൾ കൊണ്ട് വിശേഷപ്പെട്ടതായി സൂക്ഷിച്ചു വെച്ചിരുന്നത്, അവൾക്ക് വിശേഷമായിട്ടുണ്ടായിരുന്നത് മുഴുവൻ അവൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എന്നെ പൂശി. സ്തോത്രം. അടുത്ത വരി. എന്റെ കാൽ പൂശി. എന്റെ കാലിൽ പൂശി. ആകയാൽ ഇവരുടെ അനേകമായ പാപങ്ങൾ. ഇതെല്ലാം ചെയ്തപ്പോ എന്താ സംഭവിച്ചേ? ഈ സഹോദരൻ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയായിരുന്നു. എന്തുകൊണ്ടാണ് പരീക്ഷനോട് പറയാൻ കാരണം? പരീക്ഷനെ, നിന്റെ ജീവിതത്തിൽ ഇതൊന്നും വന്നില്ല, ഇപ്പോഴും കഠിന ഹൃദയമാണ്. പക്ഷെ ഇവളുടെ ഹൃദയത്തിൽ അങ്ങനെയല്ല. ഇവൾ അലിഞ്ഞു, ഇവൾ തന്നെ തിരിച്ചറിഞ്ഞു, ഇവൾ പ്രാണപ്രിയനെ കണ്ടു, ഇവൾ കത്തി എരിഞ്ഞ് തന്നെത്താൻ തെളിച്ചു, മുട്ടുമടക്കി മരണത്തിൽ ഏൽപ്പിച്ചു, ക്രൂശോടേൽപ്പിച്ചു, തന്നെത്താൻ ത്യജിച്ചു. അവൾ ത്യജിക്കാൻ ഒരുക്കമായി, വീഴാൻ ഒരുക്കമായി. അവൾ ഏറ്റവും വിലപ്പെട്ടത് സൂക്ഷിച്ചു വെച്ചത് പ്രാണപ്രിയനായി കൊടുക്കാൻ ഒരുക്കമായിരുന്നു. അവൾ കൊടുത്തത് പ്രസാദം വരുന്ന യാഗമായിരുന്നു. ജീസസ് പാപത്തെ നനയ്ക്കുന്നു, ചുംബിക്കുന്നു, കണ്ണീരുകൊണ്ട് നനയ്ക്കുന്നു, തലമുടി കൊണ്ട് തുവർത്തുന്നു. ഓ സ്തോത്രം. ഇടപെടാതെ ചുംബിക്കുന്നു, ഇടപെടാതെ പ്രാർത്ഥിപ്പിക്കുന്ന വേദവസ്തു കൊണ്ട് ഇതിനകത്ത് യേശുവിനെ ഇടപെടാതെ ചുംബിച്ചു. ഇത് സംഭവിച്ചപ്പോ പരീശനെ, ശിമോനെ, നീ കുറ്റപ്പെടുത്തി കുറച്ചും കൂടെ നീ ചേർത്ത് തുന്നിയതല്ലാതെ നിന്റെ വീട്ടിനകത്ത് ആരാധന ചെയ്തതിന് ഒരു മാറ്റം വന്നില്ല. പക്ഷെ പുറത്തുനിന്ന് വന്നവളുടെ അനേകമായ പാപങ്ങൾ, മനുഷ്യന് മാറ്റാൻ പറ്റാത്തത്, പണത്തിന് മാറ്റാൻ പറ്റാത്തത്, ലോകത്തിന് മാറ്റാൻ പറ്റാത്തത്, അവളുടെ പാപം മാറ്റപ്പെട്ടു. ഇവരുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. കേട്ടോ? ചുംബനം വന്നത് എന്തുകൊണ്ടാ? സ്നേഹിച്ചിടും ഞാൻ എന്നും നിന്നെ, എന്നെ സ്നേഹിച്ച സ്നേഹിപ്പാൻ നീയല്ലാതെ അങ്ങുമെങ്ങും സ്നേഹം നീയേ. സ്നേഹിക്കും ഞാനങ്ങേ എല്ലാറ്റിനേക്കാളും യേശുവേ. സ്നേഹിക്കും ഞാനങ്ങേ എൻ ജീവനേക്കാളും യേശുവേ.
യേശു ക്രിസ്തു അറ്റസ്റ്റ് ചെയ്തു. സ്വന്തം യേശു ക്രിസ്തു ഉറപ്പിച്ചു പറഞ്ഞു. ഒന്നുകൂടെ വായിച്ച് അവര് അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. വളരെ സ്നേഹിക്കുന്നവർക്ക് വളരെ ചിന്തിക്കാൻ പറ്റും. വളരെ സ്നേഹിക്കുന്നവർക്ക് പാദത്തിൽ കിടക്കാൻ പറ്റും. വളരെ സ്നേഹിക്കുന്നവർക്ക് ഇടപെടാതെ ചിന്തിക്കാൻ പറ്റും. സ്വന്തം ഇങ്ങനെ ചെയ്യുമ്പോ സ്നേഹമാണ്, വേറൊന്നുമല്ല. സ്നേഹം വർദ്ധിക്കുമ്പോൾ എല്ലാം നടക്കും. ആരോടുള്ള സ്നേഹം? യേശുവിനോടുള്ള സ്നേഹം. സ്നേഹം വർദ്ധിക്കുമ്പോൾ നീ പാവയേറ്റു പറ എന്ന് പറയണ്ട. സ്നേഹം യേശുവിനെ വർദ്ധിക്കുമ്പോ നീ കണ്ണുനീര് കൊണ്ട് കരഞ്ഞ് നീ നിലവിളി എന്ന് പറയണ്ട. കണ്ണീര് വരും. സ്നേഹം വരുമ്പോൾ നീ എന്റെ കാല് കഴുക എന്ന് പറയണ്ട. പക്ഷേ സ്നേഹം വരുമ്പോ നീ കഴുകും. നീ തലമുടി കൊണ്ട് തുടയ്ക്കാൻ പറയണ്ട, തുടയ്ക്കും. ചുംബിക്കാം, ആരും പറയണ്ട. പറഞ്ഞിട്ടുള്ള ചുംബനം കൽപ്പനയുടെ ചുംബനമാണ്. അത് എന്നതാണ് നമുക്കറിയാം, ധർമ്മോപദേശമാണ്. എന്നാൽ പത്യോപദേശം അതല്ല. ആരും പറയാതെ അരിമനാഥനോടുള്ള പ്രേമം കൊണ്ട് ഇടപെടാതെ ചുംബിക്കുന്ന ചുംബനം എന്റെ യേശുവിനെ പ്രസാദമായി. കൈയടിക്കാൻ പറയുമ്പോ കൈയടിക്കുന്നില്ല, പാടെന്ന് പറയുമ്പോ പാടുന്നല്ല, പ്രാർത്ഥിയിലെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നല്ല, സ്തോത്രം പള്ളി വരണമെന്ന് പറഞ്ഞിട്ട് പള്ളി വരുന്നല്ല. സ്നേഹം കൊണ്ട് ചെയ്യുമ്പോൾ, സ്നേഹം കൊണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ, സ്നേഹം കൊണ്ട് കൽപ്പന അനുസരിക്കുമ്പോൾ, നരകത്തിൽ വിടുമെന്നല്ല, സ്നേഹം കൊണ്ട് അനുസരിക്കുമ്പോൾ അർത്ഥം എന്താ? പാദത്തിൽ വീട് കിടക്കുകയാ. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്നു എനിക്കറിയത്തില്ല സ്നേഹിതരെ. അല്ലെങ്കിൽ ആഴമായി വചനം ആഴമായി നമ്മുടെ അകത്തിറങ്ങട്ടെ, ആഴമായി വെളിപ്പെടട്ടെ. സ്തോത്രം. കർത്താവ് പരീശനാകുന്ന ശീമോന്റെ വീട്ടിൽ വന്നപ്പോൾ പരീശനിലൂടെ എന്റെ അരിമനാഥൻ ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ കിട്ടിയില്ല. നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങളുടെ വീട്ടിൽ യേശു വരുമ്പോ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ, നമ്മൾ പള്ളി ഇരിക്കുമ്പോ, എന്നെ ഇവിടെ ചേർത്ത് പറയാം, നമ്മൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ എന്റെ യേശുവിടെ നിൽക്കുകയാണ്. യേശുവിന്റെ ആഗ്രഹം ഞാൻ യേശുവിനെ സ്നേഹിക്കണമെന്നാണ്, സ്നേഹം കൊണ്ട് വീഴണമെന്നാണ്, സ്നേഹം കൊണ്ട് ഇടപെടാൻ ചുംബിക്കണമെന്നാണ്. പക്ഷേ യേശു ആഗ്രഹിക്കുന്ന ഒന്നും നമുക്ക് ചെയ്യാൻ മനസ്സിലാവുന്ന ഈ പള്ളിക്കകത്ത് പറയുമ്പോ യേശു ആഗ്രഹിക്കുന്നത് നീ ഇതുപോലെ ചെയ്തിട്ട് തിരിച്ച് യേശുവിനെ കൊണ്ട് പോകണമെന്നാണ്. നമുക്കതിനൊന്നും മാറ്റുന്നില്ല. നമുക്കതിനേക്കാളും വലിയ കാര്യങ്ങളെല്ലാം നമ്മൾ മുൻപിൽ കൊണ്ടിരിക്കുക. നമുക്ക് വീഴാനോ പൊട്ടാനോ തകരാനോ ഒന്നിനും പറ്റുന്നില്ല. നമ്മളങ്ങനെ ചീർത്തിരിക്കുകയാണ്, ബലം പിടിച്ച് നമ്മൾ മസിൽ പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ സഹോദരി മസിൽ പിടിച്ചില്ല, പരീശൻ മസിൽ പിടിച്ചു. പക്ഷെ ദൈവം പരീശൻ ആഗ്രഹിച്ചു, ഈ ചുംബൻ ആഗ്രഹിച്ചു, ഈ കണ്ണുനീർ ആഗ്രഹിച്ചു, ഈ കാല് തുവർത്താൻ ആഗ്രഹിച്ചു, ഇടപെടാതെ ചുംബിക്കുന്ന ആഗ്രഹിച്ചു, കാല് കഴുകാൻ വെള്ളം ആഗ്രഹിച്ചു, കൊടുത്തില്ല, കിട്ടിയില്ല. പക്ഷേ പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് ഇത് എന്ത് ചെയ്തു? കിട്ടി. ആദ്യം തുടങ്ങിയ വചനം എന്തോന്ന്? നിങ്ങൾക്ക് മുമ്പേ നിങ്ങൾ തള്ളിക്കളഞ്ഞ, പറ്റില്ലെന്ന് പറഞ്ഞ മാറി നിന്ന ആള് രണ്ടാമത് ദൈവത്തെ അനുസരിച്ച് ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗത്തിൽ. ഇവിടെ പറയുന്നു പരീശനായ നിനക്ക് വചനം അറിയാം, പക്ഷെ നീ തുടക്കില്ല, നീ ചുമിച്ചില്ല, നീ കരഞ്ഞില്ല, നീ തലമുറ കൊടുത്തു നിർത്തിയില്ല, നീ എന്റെ പാദം ചുമിച്ചില്ല, നീ എനിക്ക് തൈലം തന്നില്ല. നിന്റെ വീട്ടിൽ വിശേഷപ്പെടുന്നുണ്ട്, പക്ഷേ വിശേഷപ്പെടുന്ന നീ ഒരുക്കി വെച്ചിട്ടോ നീ അതിനാലാക്കിയില്ല. പക്ഷേ ഇവൾ ഇതെല്ലാം തന്നു. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? യേശു ആഗ്രഹിക്കുന്നതെല്ലാം, യേശു ഇതെല്ലാം ആഗ്രഹിക്കുക. ആർക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ട്? തിരിച്ചു പോകുമ്പോൾ യേശു പ്രസാദമുള്ള വൈദ്യരായി നമ്മൾ പോകും. വായിച്ചെടുത്ത വാക്യം, അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. അല്പം മോചിച്ച് കിട്ടിയവൻ അർത്ഥം എന്താ? ഇവൾ ഇത്രയും സ്നേഹിക്കാൻ കാര്യം എന്താ? ഇവൾക്ക് അധികം പാപം ഉണ്ടായിരുന്നു, അധികം പാപവും മോചിക്കപ്പെട്ടപ്പോ അധിക സ്നേഹം
ഇതൊക്കെ മനസ്സിലായി. ഇത് വെളിപ്പെട്ടാലേ ഞാൻ പാവികൾ ഒന്നാമത് ആണെന്നും ഈ ഒന്നാം പാവിയായി എന്നെ യേശു സ്നേഹിച്ചത് എങ്ങനെയെന്നും അതെനിക്ക് വെളിപ്പെട്ടാലേ കണ്ണീര് വരും. പക്ഷേ സഹോദരിക്ക് വെളിപ്പെട്ടു. അവൾ കരഞ്ഞു, അവൾ തകർന്നു, തരിപ്പണമായി. അടുത്ത വാക്യം വായിച്ചേ. പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിയേ, കരഞ്ഞവനോട് പറഞ്ഞു നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അടുത്തവരെ അവനോട് കൂടെ പന്തിയിൽ ഇരുന്നവർ കണ്ടോ, പന്തിയിൽ ഇരുന്നവർ പാപമോചനം കൊടുക്കുന്ന ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. കണ്ടോ, പന്തിയിൽ ഇരുന്ന ആർക്കെങ്കിലും യേശു വന്ന് ആരാധന നടത്തിയിട്ട് പ്രയോജനം കിട്ടിയോ? പന്തി ഇരുന്നവർക്കല്ല കിട്ടിയത്, താഴെ ഇരുന്നവർക്ക് കിട്ടി. പന്തി ഇരുന്നവർക്കല്ല കിട്ടിയത്, താഴെ ഇരുന്നവർക്ക് കിട്ടി. ഞാൻ എന്തോ ആണെന്ന് പറഞ്ഞ് അല്ല കിട്ടിയത്. പിന്നെയോ, ഞാൻ ഏത് വഴിയെന്ന് കരുണയെ ആശ്രയിച്ചവർക്ക് കിട്ടി. തങ്ങളെ തന്നെ താഴ്ത്തിയവർക്ക് കിട്ടി. നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു ദൈവം, താഴ്മയുള്ളവർക്കോ ദൈവം കൊടുക്കുന്നു. ഇവൾ താഴ്ന്നു, ദൈവം കൃപ അണിയിച്ചു. ഹല്ലേലൂയ. കൃപ അവൾ പ്രാപിച്ചു. കർത്താവ് നോക്കി അവളുടെ ഹൃദയത്തിനകത്ത് നിന്ന് വന്ന സ്നേഹമാണെന്ന് യേശുവിന് വെളിപ്പെട്ടു. യേശുവിനും അവളെ ഒത്തിരി ഇഷ്ടമായി, അവൾക്കും യേശുവിന് ഒത്തിരി. ആരാധനയിൽ യാഗത്തിൽ തീ കത്തി. ദൈവത്തിന് ഈ ആരാധന പ്രസാദമായി. ബാക്കിയുള്ളവർ തല്ലിയപ്പോൾ ഓരോന്നെങ്കിലും ഇതൊക്കെ വെളിപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ബാക്കിയുള്ളവരെല്ലാം തല്ലിയെങ്കിലും ഒരാളെങ്കിലും എന്ത് ചെയ്തു? ദൈവത്തിന് പ്രസാദമായത് ചെയ്തു. യാഗത്തിൽ തീ കത്തി ദൈവം സൈൻ ചെയ്തു. ഇവൾ എന്നെ അധികം സ്നേഹിച്ചു, ഇവൾ എന്നെ ഇടപെടാതെ ചിന്തിച്ചു, ഇവൾ കണ്ണുനീരുകൊണ്ട് എന്റെ പാദത്തെ നനച്ചു, തലമുടി കൊണ്ട് തീർത്തി, മാത്രമല്ല പരിമള തൈലം കൊണ്ട് എന്നെ പോസി. ഇവരുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ വീട് കിടന്നവർക്ക് നോക്കി, ഇത് പറയുന്നത് കേട്ടപ്പോൾ സ്വതന്ത്രം പന്തിയിലിരിക്കുന്നവർക്ക് അത് വെളിപ്പെട്ടില്ല. പന്തിയിരിക്കുന്നവർക്ക് പാപത്തോട് കുറെ കൂടെ പാപം കൂടി. അടുത്ത വരി വായിച്ചേ. അവനോ സ്ത്രീയോട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാ എന്ന് പറഞ്ഞു. എങ്ങനെ പോകാൻ പറഞ്ഞു? സമാധാനത്തോടെ പോക. അടുത്തത് മതി. യോഹന്നാൻ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 1-ാം വചനം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് ആഴമായ ഒരു തിരുവചനമാണ് കിടക്കുന്നത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ ഭാഗം എല്ലാം വായിക്കണം. ജന്മനാ കുരുടനായ ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ആള് ജന്മനാ കുരുടൻ. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിച്ചേ, 1-2 വാക്യം വായിച്ചേ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. പിറവിയിലേ അവൻ ആരാ? കുരുടനാ. പിറവിയിലേ കുരുടനാ. ഇനി ഞാൻ പറയാം. പക്ഷേ യേശു കർത്താവ് ആ മനുഷ്യൻ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. പ്രശ്നം വന്നു, പ്രതിസന്ധി വന്നു, സൗഖ്യം പ്രാപിച്ചതിനെതിരെ വാദങ്ങളും വാദമുഖങ്ങളും വന്നു. ടക്കന വായിച്ചു പോയേ, എല്ലാം വായിച്ചു പോയേ. ശിഷ്യന്മാർ അവനോട് ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു അവൻ എങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവർക്ക് വെളിപ്പെടുവാനത്രേ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്ക് പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹം എന്നതിന് നീക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരിക്കുന്നവനായി കണ്ടവരും. ശ്രദ്ധിച്ച് അങ്ങനെ നിർത്തിക്ക് ഒരു സെക്കൻഡ്. ഇവിടെ ദൈവത്തിന്റെ ഇവൻ പാപം ചെയ്തത് കൊണ്ടാണോ ഇവൻ ഈ രോഗമെന്ന് ചോദിച്ചില്ലേ ജനം? അപ്പോ കർത്താവ് യേശുക്രിസ്തു പറയുകയാണ് പാപം ചെയ്തോണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ്? ദൈവപ്രവൃത്തി വെളിപ്പെടാനാണ് ഇവനിന് കണ്ണ് കാഴ്ചയില്ലാത്തത്. പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നാൽ എല്ലാ രോഗങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവപ്രവൃത്തി വെളിപ്പെടാനല്ല. ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവും.
എല്ലാ രോഗങ്ങളും ദൈവപ്രവൃത്തി വെളിപ്പെടാൻ അല്ല. പക്ഷെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തൊന്നും കൊണ്ടുവന്ന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിന്റെ സമയമാകുമ്പോൾ നമ്മുടെ സഭയിൽ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചതാണ്, നിങ്ങൾ ആ പള്ളിയിൽ പോയിട്ട് ഭയങ്കര ഒന്നും കിട്ടിയില്ല, പിന്നെ നിങ്ങൾ ഡോക്ടർമാരെ ഒന്ന് നോക്കണം. ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കാൻ നോക്കിയിട്ട് കുറച്ച് ദിവസം മരുന്ന് വാങ്ങി കൊടുത്തിട്ട് രോഗം മാറിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അടുത്ത ഡോക്ടറുടെ അടുത്ത് പോകുമോ ഇല്ലയോ? ശരിയല്ലേ? പോകത്തില്ലേ? ഇപ്പൊ ഒരു ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങി കഴിച്ചു, രോഗം മാറിയില്ല. അപ്പൊ പറയും, നീ ഇന്ന ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാ നല്ല ഗുളിക ആണോ അല്ലേ? പുറമെ എന്ന് ചിന്തിച്ച് നോക്കിയേ, അതെ കിട്ടും. ഡോക്ടർമാരെടുത്ത് മാറി കൊണ്ടുപോകുന്നില്ലയോ? അങ്ങനെയെങ്കിൽ ആ പള്ളിയിൽ പോയിട്ട് നിനക്കൊരു വലിയ ഒരു വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ, എന്നാ പിന്നെ ഒന്ന് മാറ്റി ചികിത്സിച്ചൂടെ? എന്നൊക്കെ എൻ്റെ അടുത്ത് എന്താ, നീ ഞങ്ങളെ പള്ളിയിൽ വന്ന പോലെ. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഈ പള്ളിയിൽ ഒരു ദൈവം, ആ പള്ളിയിൽ ഈ പറഞ്ഞ ആളിനാ തിരിപ്പുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞു, അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തിരിച്ചു മാറി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്താണ് എന്റെ സാരമെന്ന്. ഈ പള്ളിയിലും ഒരു ദൈവം, അവിടുത്തെ പള്ളിയിൽ പോകുമ്പോൾ വേറെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെക്കാളും കൂടിയ ദൈവം അവിടെ. അങ്ങനെയാണോ? എത്ര ദൈവമുണ്ട്? പറ, എത്ര ദൈവമുണ്ട്? ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പ്രശ്നം മാറില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ പള്ളി വാ, ഇവിടുത്തെ പള്ളി വന്ന നിന്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം, കാരണം അവിടെയുള്ള ദൈവമല്ല ഇവിടുത്തെ ദൈവം, ഇതിനേക്കാളും കൂടിയ സ്പെഷ്യലിസ്റ്റ് ആണ്. അവിടെ ചെല്ലുമ്പോൾ പറയും, വേറൊരാൾ പറയും, ഇവിടെ പോയിട്ട് നിനക്ക് മാറ്റമില്ലല്ലേ, ഞങ്ങൾ പോണ ഇങ്ങനത്തുള്ള പള്ളിയിൽ കുറച്ചും കൂടെ മാറ്റം കിട്ടും, കുറച്ചും കൂടെ ശക്തി കിട്ടും, കുറച്ചും കൂടെ ദൂത് കിട്ടും, കുറച്ചും കൂടെ ആലോചന കിട്ടും, കുറച്ചും കൂടെ പവർഫുള്ളാണ്. അവിടെയൊക്കെ തള്ളിയൊക്കെ ഇടക്കോ, തലവത്തന്നെ വന്ന് മറിയേക്കോ, ഇല്ലാത്ത കുറെ ദൂത് കൊടുക്കോ. എന്റെ കൊച്ചിന് കിട്ടിയ ദൂത് കണ്ട ഇന്ന് എന്റെ കർത്താവ് എടുത്തിരിക്കുന്നു. യേശു വിചാരിച്ച യേശുവിന് ഓരോരുത്തർക്ക് ഓരോ പദ്ധതി ഉണ്ട്. കർത്താവിന്റെ ആത്മാവാണ് ഒരാളിലൂടെ പറഞ്ഞാൽ അത് നടന്നിരിക്കും. എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞതൊന്നും ദൈവമായിരുന്നില്ല, സ്വന്തമായിട്ട് പറഞ്ഞു, അതൊന്നും നടന്നു. കർത്താവ് പറഞ്ഞ എന്ത് ചെയ്യും? അപ്പൊ അലഞ്ഞതോ ഒറ്റ ദൈവമുള്ളൂ. സത്യത്തിനും ആത്മാവിലും നമ്മൾ ആരാധിച്ചു, നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവവചനത്തിലൂടെ ക്രിസ്തുവിൽ നമ്മൾ സഞ്ചരിച്ചാൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതാണെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവത്തിന്റെ വാഗ്ദത്തം മുറുകെ പിടിച്ചു പോകുന്ന പൈതലെങ്കിൽ, വാഗ്ദത്തം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ശരീരം നിർജീവായാലും, സാറായുടെ വയസ്സ് 90 ആയാലും, അബ്രാമിന്റെ വയസ്സ് 99 ആയാലും, അബ്രാമിന് നിനക്ക് വാഗ്ദത്തം ഉണ്ടെങ്കിൽ നിന്റെ ശരീര വിഷയമല്ല. പക്ഷെ വാഗ്ദത്തം ഇല്ല, പള്ളി പോയാല് അപ്പൊ എത്ര ദൈവമായി? 2 ദൈവം. അടുത്ത് അവര് പറയും വേറൊരു പള്ളിയിൽ പോയാൽ കിട്ടും. എത്ര ദൈവം ആയപ്പോഴേ? നമുക്ക് എത്ര ദൈവമേ ഉള്ളൂ തന്നല്ലോ. നമ്മൾ ഈ പള്ളി വന്ന് ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ ദൈവം കേൾക്കുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ അലഞ്ഞോടേണ്ട കാര്യമുണ്ടാകും. അലഞ്ഞു കിടന്നും പ്രാണൻ കളഞ്ഞോടേണ്ട കാര്യമുണ്ടാകും. ഓടിയിട്ട് എന്തെങ്കിലും നേടാൻ പറ്റുമോ? ദൈവം പറഞ്ഞ ഒന്നിൽ നിനക്ക് വിശ്വസ്തതയില്ല. ഇതേ കർത്താവ് പറയും നമ്മളോട്, നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഇരിക്കുന്ന അല്ലെങ്കിൽ നീ ആരാധിക്കുന്ന ദൈവസഭയിൽ എനിക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ലേ? നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ രോഗം മാറും,
ചിലപ്പോൾ രോഗം മാറില്ല. അപ്പൊ രോഗം മാറിയില്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയാൻ എങ്ങനെ പറ്റും? ബൈബിൾ പറഞ്ഞു നീ പ്രാർത്ഥിച്ച രോഗം മാറിയില്ലെങ്കിൽ ദൈവമില്ലെന്നാണോ പറഞ്ഞത്? അങ്ങനെയല്ല. സഭ എന്ന് പറഞ്ഞാൽ എന്തോന്നാ? കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടി ഒരുക്കി എടുക്കുന്ന ഇടമാണ് അവിടെ എന്തോന്ന്? സഭ. രക്ഷിക്കപ്പെട്ട് പാപിയായ ഒരു വ്യക്തി ധർമ്മ ഉപദേശം കേട്ടു, വചനം കേട്ടു, പാപം വിട്ടു തിരിഞ്ഞു, ലോകത്തിലെ ഇമ്പങ്ങളെ വിട്ടു തിരിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, മനസ്സാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, കർത്താവിനായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. ജീവിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്ന തലയോളം സഭയ്ക്കകത്തുള്ള ശുശ്രൂഷകളിലൂടെ അവർ ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുയേശുവിന്റെ ജീവനാൽ നിറഞ്ഞ് ആ പരിജ്ഞാന തലങ്ങളിലേക്ക് ക്രിസ്തുവാണെങ്കിൽ എങ്ങനെ ആ ഒരു ദൈവകൃപയിൽ ജ്വലിച്ച് വളർച്ചയെത്തി കർത്താവിന്റെ അടുക്കൽ കർത്താവിന്റെ സമയമാകുമ്പോൾ കയറി പോവുകയുള്ളൂ. നമ്മൾ പരദേശികളാണ്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ വരും? പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധി വരും. ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കാനായിരിക്കും, ചിലപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടാനായിരിക്കും, ചിലപ്പോൾ ആ പ്രശ്നം മാറൂല. ലാസറിന് ക്ഷീണം ഉണ്ടായിരുന്നു, മാറിയോ? പറ, മാറിയോ? എന്താ ലാസർ പാപിയായോണ്ടാണോ? പറ, പാപിയായോണ്ടാണോ? അപ്പൊ രോഗം മാറാത്തോണ്ട് ലാസർ ദൈവത്തെ തള്ളിക്കളഞ്ഞാണോ? ആണോ? ഇല്ല. കൊരിന്ത്യർക്ക് ലേഖനം 2 കൊരിന്ത്യർ 12 അപ്പോസ്തലനാകുന്ന പൗലോസ് തനിക്കൊരു ക്ഷീണം വന്നപ്പോൾ ദൈവത്തോട് 3 വട്ടം പ്രാർത്ഥിച്ചു. എത്ര വട്ടം പ്രാർത്ഥിച്ചു? 3 വട്ടം പ്രാർത്ഥിച്ചു. കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് സൗഖ്യമാക്കിയെന്നാണോ പറഞ്ഞത്? എന്റെ കൃപ നിനക്ക് മതിയെന്നാണോ? അയാൾ വേറെ എവിടെയെങ്കിലും ഓടിയോ സഹോദരങ്ങളെ? ഈ രോഗത്തിന്റെ നടുവിൽ അയാൾ ആരെ ഉയർത്തി? അർത്ഥം എന്താ? രോഗം ഈ ജഡത്തിൽ വലിച്ചെറിയപ്പോ തീരും. ഇതല്ല വിഷയം, യേശുവാണ് വിഷയം. ഇവിടുത്തെ നന്മയല്ല വിഷയം, ഇതെല്ലാം വേണം. വിഷയം യേശുവാണ്. അവിടെ ഇതൊന്നും പോയില്ല. പക്ഷേ യേശുവിൽ ജീവിക്കുമ്പോൾ, നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് സൗഖ്യം തരും. നമ്മൾ വിശ്വസിക്കുന്നു, സൗഖ്യം പ്രാപിക്കുന്നു. ഇനി സൗഖ്യം കിട്ടിയാലും കിട്ടാൻ വൈകിയാലും നമ്മൾ പിന്മാറുന്നില്ല. കർത്താവ് ജീവിക്കുന്നു. ഇനി സൗഖ്യമായില്ലെങ്കിലും സൗഖ്യമായാലും ഇല്ലേലും യേശു മാത്രമാണ് എൻ്റെ ദൈവം. ലാഭമോ നഷ്ടമായാലും യേശു മാത്രമാണ് എൻ്റെ ദൈവം. ഉയർച്ച താഴ്ചകൾ വന്നാലും യേശു മാത്രമാണ് എൻ്റെ ദൈവം. ലാഭമോ നഷ്ടമായാലും യേശു മാത്രമാണ് എൻ്റെ ദൈവം. യേശുവേ നിൻ സ്നേഹമോത്താൽ ക്രൂശിലേ നിത്യാഗമോത്താൽ. ഹല്ലേലൂയ. അപ്പോ നമ്മളെ തൊടുന്നതും നമ്മളെ വിടുവിക്കുന്നതും ഒരാള് വന്ന് പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? ശ്രദ്ധിച്ചേ, ഒരാള് വന്ന് പറഞ്ഞാലേ യേശു കേൾക്കും. അങ്ങനെയുള്ള ആളാണോ യേശു? പിന്നെ കർത്താവിനറിയാം എപ്പോ തൊടണമെന്നും എപ്പോ വിടുവിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും. ഒരാൾ എന്ന് പറയണം, കർത്താവേ അവരെ തുടരുന്ന ഈ കുരുടനെ തുടരുന്ന ചെയ്യുന്നത് കേട്ടാ, അങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുമോ? തൊടുന്നില്ല എന്ന് പറയുമോ? കേടാ എടുക്കാൻ പറയൂ, കർത്താവ് അത് കേൾക്കുമോ? അപ്പൊ ഒരാൾ പറയുകയാണ്, യേശുവേ ഒന്ന് തൊടയപ്പാ. ഇത് നിന്റെ അഡ്രസ് ഒന്നും എനിക്ക് വേണ്ട, എന്റെ വെള്ളം തൊടാൻ. എത്രയൊക്കെ മനസ്സിലായി? നീ പറയുമ്പോ തൊടാനും തൊടണ്ടെന്ന് പറയുമ്പോ തൊടാതിരിക്കാൻ ഞാൻ ആരാ? നിന്നെ പോലെയുള്ള നീ കരുതിയോ? എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ തൊടും, ഞാൻ അഭിഷേകം ചെയ്യും, ഞാൻ ശക്തീകരിക്കും, ഞാൻ ബലപ്പെടുത്തും, ഞാൻ എന്റെ കൃപ കൊണ്ട് കൂടും. എന്റെ മുമ്പിൽ വിശ്വസ്തയോടെ എന്റെ വചനത്തിന്റെ മുമ്പിൽ കീഴടങ്ങി താണിരിക്കുമ്പോൾ ഞാൻ തൊടേണ്ട സമയത്ത് തൊടും. അവനെ പൊട്ടിക്കും, അവനെ പൊളിക്കും, ആത്മാവിനെ നിറയ്ക്കും, എന്റെ ബുദ്ധിക്ക് ഞാൻ മാറ്റും. അത് ഞാനാണ് ചെയ്യുന്നത്. നീ പറഞ്ഞു അതാ പറഞ്ഞ ദൈവത്തിന്റെ വിചാരം എന്റെ വിചാരവും ആകാശവും ഭൂമിയും അകന്നിരിക്കുന്നത് പോലെ. അപ്പൊ ചോദിക്കും, സിസ്റ്റർ ഇവിടെ വന്ന ഒരു പ്രശ്നം മാറും, എല്ലാം മാറും. ആരാ മാറ്റുന്നത്? യേശു. പക്ഷെ പ്രശ്നം മാറ്റുന്ന ഇടം മാത്രമല്ല ഇത്, അതല്ല ഇടം. ക്രിസ്തുവിൽ തിരക്കുന്ന ഇടമാണ് സഭ. അതിന്റെ കൂട്ടത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറി നിന്നും പോയും ചിലപ്പോൾ മാറും, ചിലപ്പോൾ മാറാൻ വൈകും.
ചിലപ്പം ശൗലിനോട് പറഞ്ഞു എന്റെ കൃപ, നമ്മളാണെങ്കിൽ അടുത്ത സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയത്, അടുത്ത് കുറച്ചും കൂടെ കൃപയുള്ള എവിടെയെങ്കിലും ഉണ്ടോ, കുറച്ചും കൂടെ ശക്തിയുള്ള, കുറച്ചും കൂടെ ഒന്ന് കൈവച്ചാൽ ഒന്ന് തെറിച്ച് ഊതിയാൽ ഒന്ന് തെറിച്ചൊക്കെ പോകുന്ന എവിടെയെങ്കിലും ഉണ്ടോ, ഒന്ന് ഇതിപ്പോ ബുദ്ധിമുട്ടൊക്കെ മാറ്റിക്കുന്ന ഒന്ന് എവിടെയെങ്കിലും ഉണ്ടോ? നമ്മളാണെങ്കിൽ ഉറപ്പാ പോകും. ഞാൻ എന്റെ കാര്യം കൂടെ എന്നെ കൂടെ ചേർത്താ പറയും. നമ്മളാണെങ്കിൽ ഉറപ്പാ. അപ്പോസ്തലൻ അറിയാം ഞാൻ ആരാധിക്കുന്നവൻ ആരെന്നും, വിളിക്കുന്നവൻ ആരെന്നും, മുട്ടുമടക്കിയത് ആരുടെ മുമ്പിലെന്നും, വെളിച്ചം തട്ടിയത് ആരുടേതാണെന്നും, ശക്തി കിട്ടിയത് ആരുടേതാണെന്നും അയാളെ കലക്കാൻ ആർക്കും പറ്റിയില്ല. ഒരു ഉപദേശം കൊടുത്തോളെ തെറ്റിക്കാൻ ആർക്കും പറ്റിയില്ല. അയാൾ പറയും അവൻ എന്റെ ഉപനിധി, ഞാൻ ജീവിക്കട്ടെ മരിക്കട്ടെ സാരമില്ല, ഇത് കൊണ്ടാണ് ജീവിക്കണമെങ്കിൽ ഓക്കെ. വെളിപ്പെടുന്ന എനിക്കറിയില്ല. ഇവിടെ ഈ കുരുടന് ജന്മന കുരുട് വന്നു. എല്ലാവരും ചോദിക്കുകയാണ് ഇവൻ പാപം ചെയ്തിട്ടാണോ കുരുട് വന്നത്? പാപം കൊണ്ട് രോഗം വരാം, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ രോഗം വരാം, പാവം ഇല്ലാതെ രോഗം വരാം, കർത്താവിന്റെ അടുത്ത് കയറി പോകാനും ചിലപ്പോൾ പ്രശ്നങ്ങള്. ആരെയും പേടിപ്പിച്ചല്ല, ഇതൊക്കെ വരാം. ദൈവത്തിന്റെ സ്വാതന്ത്ര്യം. നമുക്ക് ആരെ അളക്കാനോ ഒരു പ്രശ്നം വന്ന ഒരു കുടുംബത്തിൽ എന്തെങ്കിലും വരും, അതെ അന്നോടെ പറഞ്ഞു പാവം കൊണ്ടാണോ ഇന്ന്, അതുകൊണ്ട് ഇങ്ങനെയാണ് വന്നത്. അത് പറയാൻ നമ്മളാണല്ലോ, നമുക്കറിയത്തില്ല അതെന്താണെന്ന്. ആർക്കെ അറിയാവോ? കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിനകത്തില്ല. എന്തുണ്ടെങ്കിലും ദൈവം അറിഞ്ഞിരിക്കും. ദൈവം അറിയാതെ ഒരു ബുദ്ധിമുട്ടും, ഒരു പ്രശ്നവും, ഒരു പ്രതിസന്ധിയും, ഒരു ഭാരവും, ഒരു ഞരക്കവും, ഒരു വേദനയും ഇല്ല. ദൈവം അറിഞ്ഞിട്ട് എന്തും. നമ്മുടെ കാമ്പൗണ്ടിൽ ഒരു ദുഷ്ടൻ ആ ദേശത്തൂടെ പോകുന്നെങ്കിൽ ആര് കാണും? ഇത് മനസ്സിലായോ? ഈ മലപ്പാലത്തൂടെ ഒരു പിശാച് പോണെങ്കിലേ കർത്താവ് ശാലിനിയുടെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കല്ലേ, നീ പൊയ്ക്കോ അവിടെ കൂടെ. കാരണം എന്താ? അപ്പം അറിയാം. ചുമ്മാ അല്ല എന്നെ നിന്നെ വിളിച്ച് വേർതിരിച്ച് വെച്ചിരിക്കുന്നത്. എന്റെ അപ്പനറിയാം, എന്റെ അപ്പനറിയാം. നീ പാർക്കുന്ന വീട് അറിയാം, നിന്നെ അറിയാം. നിന്നെ അറിഞ്ഞൂടാത്ത ഒരു ദൈവമല്ല, നിന്നെ അറിയാന്നുള്ള ഒരു ദൈവം. എന്നെ നിങ്ങൾ അറിയാന്നുള്ള ഒരു ദൈവം. നമ്മൾ അറിഞ്ഞൂടാത്ത ഒരു ദൈവത്തെ എല്ലാം ആരാധിക്കും. നമ്മൾ അറിയാന്നുള്ള ദൈവം. ദുഷ്ടൻ ദൂരെ കൂടെ പോകും പറയും, യോവിന്റെ മേൽ ദൃഷ്ടി വെച്ചോ, ഇവനെപ്പോൾ നിഷ്കളങ്കൻ നേരുള്ളവൻ ദോഷം വിട്ടാക്കുന്നവൻ ദൈവഭക്തനുമായവൻ വേറെ ആരും ഇവന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ. എന്താ അർത്ഥം? എന്താ? ദൂരെ കണ്ടപ്പോഴേ ദൈവം ചോദിച്ചു. ദുഷ്ടനെ ദൂരെ കണ്ടപ്പോഴേ ചോദിക്കും. നിങ്ങൾ ഏരിയ കൂടെ പോകുമ്പോ എന്റെ ദൈവത്തിന്റെ കണ്ണ് മറന്നിരിക്കത്തില്ല, ചോദിക്കും, എടാ നീ എന്ത് ഭക്തനായിട്ടാണ് അവിടെ നിൽക്കുന്നേ? നമ്മൾ പോലും അറിയത്തില്ല. നീ ഒരു ദൈവത്തിന്റെ മകനാണ്, നീ ഒരു ദൈവത്തിന്റെ മകനാണ്. നിന്നെ പിച്ച് ചെയ്ത ശത്രുവിനെ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ജീസസ് ഹല്ലേലൂയ. പേടിക്കണ്ട, ധൈര്യത്തോടെ ഇരി. ദൈവം നമ്മുടെ കണ്ണിലുണ്ടെങ്കിൽ ദൈവം അറിയാതെ ഒരു തലമുടി പോലും പൊഴിയത്തില്ല. ഒരു പ്രശ്നവും വരണമെങ്കിൽ ആരറിയും? ഇവിടെ കുരുടൻ എന്ത് ചെയ്തു? സൗഖ്യമായി. വായിച്ചെട്ടക്കനെ വായിച്ചു പോയി. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനെ മടങ്ങി വന്നു. അയൽക്കാരൻ അവനെ മുമ്പ് ഇരിക്കുന്നവനെ കണ്ടവൻ ഇവനല്ലയോ അവിടെ ഇരുന്ന ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. കഴിഞ്ഞ നാള് വരെ ഭിക്ഷ യാചിച്ചവനാണ്. കണ്ണ് കാഴ്ച കിട്ടി ഭിക്ഷ യാചന നിർത്തിയപ്പോ ആൾക്കാർക്ക് അസൂയയും, നീ എന്നും പാപം ചെയ്ത് നമ്മൾ നടക്കുന്നതാണ് ആർക്ക് ഇഷ്ടം? ഒരു കൂട്ടമ്പർക്ക് നമ്മുടെ സന്തോഷത്തോടെ കുടുംബത്തിനകത്ത് ജീവിക്കുന്നത് ആർക്ക് ഇഷ്ടമല്ല. ഒരു കൂട്ടമ്പർക്ക് നമ്മുടെ ഒരിക്കലും നമ്മൾ സന്തോഷിക്കല്ല, ദുഃഖം വായിച്ച് അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെ ഉള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവനോട് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന്, കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ യേശു എന്ന് പേരുള്ള മനുഷ്യൻ, യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി ശിലോഹം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അതിങ്ങനെ വായിച്ച ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം. ഭയങ്കര പ്രശ്നം ഉണ്ടായി. ഈ കണ്ണ് കാഴ്ച കിട്ടിയ പേര് പറഞ്ഞ് ഭയങ്കര വിഷയം ഉണ്ടായി. അപ്പന്റെ അമ്മയുടെ അടുക്കൽ വിഷയം ഉണ്ടാക്കാൻ വന്നു. അപ്പനും അമ്മയും പറഞ്ഞു അവരെ പുറത്താക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അപ്പനും അമ്മ പറഞ്ഞു അവർ എസ്കേപ്പ്. അവർ പറഞ്ഞു ആ കാഴ്ച പ്രാപിച്ച എന്റെ മോനോട് ചോദിച്ചാൽ മതി. അന്ന് വിട്ടുകൊടുത്തു.
അവിടെ നിന്ന് പോയി അവസാനം മോന്റെ അടുക്കൽ വന്നു. മോനും അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. 30 മുതൽ വായിച്ചേ, 29 മുതൽ വായിച്ചേ, അല്ലെങ്കിൽ 28 മുതൽ. അപ്പോൾ അവർ അവനെ ശകാരിച്ചു, നീ അവന്റെ ശിഷ്യൻ. അപ്പോൾ അവർ അവനെ ശകാരിച്ചു, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. കേട്ടോ, എന്നിട്ട് ഇവര് മോശയുടെ ശിഷ്യനെ അംഗീകരിച്ചു, പക്ഷെ യേശുവിന്റെ ശിഷ്യനാകാൻ മനസ്സിലാക്കണ്ടോ. നേരത്തെ ആ വന്ന സഹോദരി യേശുവിനെ കണ്ടുമുട്ടി, കാല് ചുംബിച്ചു, കണ്ണീര് കൊണ്ട് നനച്ചു, പിന്നെ പരിമള തൈലം പൂശി അവരുടെ പാവം ക്ഷമിക്കപ്പെട്ടു. പക്ഷേ പരീശൻ രക്ഷപ്പെട്ടില്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെയുള്ള ഈ ജനങ്ങളെല്ലാം വീണ്ടും പരിഹസിക്കുകയാണ്. എന്നാൽ മറ്റവൻ നോക്കിക്കേ, വായിച്ചേ, മോശയുടെ ദൈവം, കേട്ടോ, മോശയാണ് ഞങ്ങളുടെ ആളെന്ന് പറയുകയാണ്. ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. കേട്ടോ, മോശയോട് ദൈവം സംസാരിച്ചു, അതുകൊണ്ട് മോശയെ എന്തോ ആയിട്ട് കാണുകയാണ്. പക്ഷെ സത്യ ദൈവം അടുത്ത് വന്നിട്ട് കാണാൻ പറ്റത്തില്ല. അടുത്ത വരി, ഇവനോ എവിടെ എന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. അടുത്ത വരി, ആ മനുഷ്യൻ അവനോട്, എന്റെ കണ്ണ് തുറന്നിട്ട് അവന് എവിടെ എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് ഇതെല്ലാം കുരുടൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും സംശയമായി. പ്രശ്നം ഭയങ്കര കലുഷിതമായപ്പോൾ 35 മുതൽ വായിച്ചേ, അവനെ പുറത്താക്കി. ആരെ? കണ്ണു കാഴ്ചയില്ലാത്തവനെ പുറത്താക്കി ഓടിച്ചു. അടുത്ത വരി, അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. ലാസ്റ്റ് അറ്റത്താര് വരികയാണ്, സൗഖ്യം കൊടുത്ത യേശു വരികയാണ്. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ ഈ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചു. ആരെ കണ്ടപ്പോൾ? പുറത്താക്കിയപ്പോ ഇവൻ പോയി. പക്ഷെ ഇവന്റെ അടുക്കൽ ആര് വന്നു? യേശു വന്നു. യേശു വന്നിട്ട് പുറത്താക്കിയവനോട് കുരുടൻ സൗഖ്യമായ കുരുടൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ യജമാനനെ, എന്നെ പിടിച്ച് കറക്കിയ വരിയ വായിക്കുന്നത്, യജമാനനെ അവൻ ആരാകുന്നു ഞാൻ അവനിൽ വിശ്വസിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എനിക്ക് അവനെ കാണിച്ചു തന്നാൽ ഞാൻ ആ യേശുവിൽ. പരീശന്മാരാരും ആ വീട്ടില് യേശുവിനെ കണ്ടെത്തിയില്ല. പക്ഷെ പാവി മുട്ടുമടക്കി കണ്ടുമുട്ടി യേശുവിനെ സ്വീകരിച്ചു. യേശു അവിടെ സൈൻ ചെയ്ത് പാവം മോചിപ്പിച്ച് സന്തോഷത്തിലായി ക്രിസ്തുവുമായി വീട്ടിൽ പോയി. ഇവിടെ ഇതാ കുരുടനെ കുരുടക്കാണ് തുറന്നതുകൊണ്ട്, കാഴ്ച കിട്ടിയതുകൊണ്ട് അവനെ പുറത്താക്കിയവനെ യേശു സ്വീകരിച്ചു. അവനോട് ചോദിച്ചു, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു? കേട്ട ഉടനെ മനുഷ്യൻ പുറത്താക്കിയവൻ കേട്ട ഉടനെ, അയ്യോ അതാരാണ്, എനിക്കൊന്ന് കാണിച്ചോ, ഞാൻ അവനെ വിശ്വസിക്കാം. എനിക്ക് അവനെ അറിയത്തില്ല. ഒന്നുകൂടെ വായിച്ചേ, ആ വരി ഒന്ന് വായിച്ചേ. എനിക്ക് എത്ര ദിവസം കൊണ്ട് അവരി ആ വാക്യം കത്തുന്നു അറിയാം. വായിച്ചേ. എനിക്കറിയത്തില്ല അവൻ ആരാകുന്നു. ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന്. കണ്ടോ അനേകർക്ക് യേശുവിനെ കണ്ടിട്ട് തള്ളിക്കളഞ്ഞ് പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ മുന്നിൽ കീഴടങ്ങാൻ മനസ്സിലാതിരിക്കുമ്പോൾ അനേകർ പറയപ്പോ എനിക്കറിയത്തില്ല. കണ്ടോ, എനിക്കറിയത്തില്ല, ഞാൻ കണ്ടാൽ അവനെ സ്വീകരിക്കാം. അടുത്തവരി, യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ശമരിയ സ്ത്രീയോട് തന്നെ പറഞ്ഞേ, നിന്നോട് സംസാരിക്കുന്നവർ വായിച്ചേ. നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. അടുത്തവരി, ഉടനെ അവൻ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഉടനെ. ഞാൻ 10 ചോദിക്കട്ടെ, നീയാണോ എന്നെ കണ്ണു തൊട്ടതെന്ന് ഞാൻ ചോദിക്കുന്നാണ് പറഞ്ഞേ. ഞാനവിടെ ഭിക്ഷപാത്രം വെച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ എന്റെ അപ്പുറത്ത് നിന്ന് ആൾക്കാർ എന്നെ കൊണ്ടിരുത്തിയമാരോട് ഞാൻ ചോദിക്കട്ടെ, നീയാണോ ഒന്ന് തൊട്ട്, നീ അറിഞ്ഞിട്ട് ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നാണോ പറഞ്ഞേ? പിന്നെ എന്താ പറഞ്ഞേ? അപ്പോ തന്നെ. കണ്ടോ, ആ സഹോദരി ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ? അല്ല, അപ്പോ തന്നെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോ തന്നെ. ഇവിടെ നോക്കിയേ, ഒന്ന് വായിച്ചേ. കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടർ ആകുവാനും. കാണുന്നവർ കണ്ടോ, പരിശുദ്ധന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് പറയാൻ കാര്യങ്ങൾ, പക്ഷെ നിങ്ങൾ കുരുടന്മാരാകുവാനും. ഇങ്ങനെ ന്യായവിധിക്കായി. എന്തിനു വേണ്ടിയാണ്? ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. കണ്ടോ, കാണുന്നവർ കാണാതാകാനും കാണാത്തവർ കാണുവാനും, ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ. ഇപ്പൊ പാവികളെ രക്ഷിക്കാൻ മാത്രമല്ല. കേട്ടോ, അടുത്ത വരി,
എന്ന് യേശു പറഞ്ഞു. അവനോട് കൂടെ ഈ യേശുവിനെ കണ്ടിട്ട് കാണാത്തവരെ പോലെ പോകുന്നവർക്ക് ന്യായവിധി കൊടുക്കാനും കൂടെയാണ് കർത്താവായ യേശു ക്രിസ്തു ഇതെല്ലാം കണ്ടിട്ടും കാണാത്തവരെ പോലെ കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ വചനം തള്ളിക്കളയുമ്പോൾ കർത്താവോട് ഞാൻ നിന്റെ അടുത്ത് വന്നു, ഹല്ലേലൂയ, എന്റെ വചനം നിന്റെ അടുത്ത് എത്തി, എന്നിട്ട് നീ എന്ത് ചെയ്യില്ല, സ്വീകരിച്ചില്ല. അടുത്ത വരി വായിച്ചേ. അവനോട് കൂടെയുള്ള ചില പരീക്ഷന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങൾ കുരുടരോ എന്ന് ചോദിച്ചു. ഉടനെ ചോദിച്ചു, ഞങ്ങൾ കുരുടോ? കണ്ടോ, ഒട്ടു കിട്ടിയാണോ? അവർ ഉടനെ കർത്താവ് പറഞ്ഞ വചനാണ് അവർക്ക് അങ്ങ് തട്ട്. ഉടനെ ചോദിച്ചു, ഞങ്ങളും. യേശു അവരോട് നിങ്ങൾ കുരുടർ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. നിങ്ങൾ കുരുടരല്ല, കുരുടരായിരുന്നെങ്കിൽ എന്തില്ല, പാവമില്ലായിരുന്നു. അടുത്ത വരും. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് അവര് പറയുന്നുണ്ട്. ഞങ്ങൾ കാണുന്നു, ഞങ്ങൾക്ക് മോശയെ അറിയാം, മോശയുടെ ദൈവത്തെ അറിയാം, ഞങ്ങൾക്ക് വചനം അറിയാം, ഞങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് കൊണ്ടും നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഉണ്ടല്ലോ, പാപം മുട്ടുകൊടുക്കാൻ മനസ്സിലാത്ത നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോ അനേകരെ മനുഷ്യൻ തള്ളിക്കളഞ്ഞവർ കർത്താവിന്റെ അടുക്കൽ വന്ന് രക്ഷ പ്രാപിച്ചു. മനുഷ്യൻ ദൈവഭാഗത്ത് വീഴേണ്ടും വണ്ണം വീണാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം വേറൊന്നുമല്ല, നമ്മളെ തന്നെ താഴ്ത്തി ഞാൻ ഏതുമല്ലപ്പാ എന്നൊരു വ്യക്തി ദൈവത്തിന്റെ മുമ്പിൽ വീണാൽ ദൈവം അവരെ വിടുവിക്കുകയും ചെയ്യും, പാപത്തെ ക്ഷമിക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു പൈതലിനെ ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല സഹോദരങ്ങളെ, തള്ളിക്കളയത്തില്ല. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചില്ലേ രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത്, അവിടെ ഏലിയാവിന്റെ അപ്പനായിട്ട് എലീശ അപ്പനായിട്ട് ഇറങ്ങിയവനാ. അതിന്റെ കൂട്ടത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ എലീശയെ പോലെ ദൈവശക്തി പ്രാപിക്കാൻ ദാഹമുള്ള ഒരുത്തനെ അവരെ കണ്ടില്ല. പക്ഷെ ദാഹിച്ചവൻ ദൈവശക്തിയാൽ നിറഞ്ഞു. അവൻ പ്രാർത്ഥന മുറിക്കകത്തിരിക്കുമ്പോൾ ശത്രുവിന്റെ മണ്ഡലങ്ങൾ ആത്മാവിൽ കണ്ടു. ദൈവമക്കളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു ദുഷ്ടന് കഴിയത്തില്ല, ഒരു അന്ധകാര ശക്തിക്ക് കഴിയത്തില്ല. നേരത്തെ അതാ പറഞ്ഞേ, ഒരു ദുർഭൂതത്തിന് കഴിയത്തില്ല, ഒരു പൂജയ്ക്ക് കഴിയത്തില്ല, ഒരു മന്ത്രത്തിന് കഴിയത്തില്ലെന്ന്. ഹല്ലേലൂയ. വായിക്കാമോ രാജാക്കന്മാരുടെ പുസ്തകം? നമുക്ക് ടക്കനെ എടുക്കാം. 6-ാം അധ്യായം വായിക്കുമ്പോ അതിനകത്ത് 12 മുതൽ വായിച്ച്, യജമാനായ രാജാവേ, കാര്യം അങ്ങനെയല്ല, നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നെന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നെന്ന് നോക്കുവിൻ, ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കുമെന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോതാനിലുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവൻ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. വായിച്ചേ. ഈ പട്ടണം വളയേ ഉള്ളൂ. നിനക്കൊരു മൂട്ടി പോലും, നീ പട്ടണം ഒരു പക്ഷെ വളയും, നീ ദേശത്തൊരു വേണ്ടി പക്ഷെ വളരെയിരിക്കും. പക്ഷെ അതിനകത്ത് പാർക്കുന്ന എന്റെ പൈതലാണെങ്കിൽ ഞാൻ പറയാതെ നിനക്ക് മൂട്ടി അനക്കാൻ. നിനക്ക് ആരോടൊക്കെ ഉള്ള ആലോചനയാണ്. ഹല്ലേലൂയ. നീ പലതിനെയും ചൊല്ലി ചിലതിനെയും ചൊല്ലി വിചാരപ്പെട്ട് മനസ്സ് കലങ്ങി തകർന്നിരിക്കുന്നു. കർത്താവ് പറയും, മക്കളെ, ഇല്ല, ഞാൻ അറിയാതെ നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് ഒരു തലമുടി 4 ഇഴ പോലും അനങ്ങത്തില്ല. നീ വിശ്വസിച്ചോ? മനുഷ്യന്റെ ആരാവാരത്തെ, ശത്രുവിന്റെ ഭീഷണിയെ നീ പേടിക്കണ്ട. അടുത്തവര് വായിച്ചേ. പുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അടുത്ത് ബാല്യക്കാരൻ അവനോട് അയ്യോ യജമാനനെ നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അവർ പേടിക്കണ്ട, നമ്മോട് കൂടെ ഉള്ളവൻ. മനസ്സിലായോ? എടാ, നീ പേടിക്കണ്ട, കണ്ണ് തുറന്നിരിക്കുന്നവൻ കാണുകയാണ്. നമ്മളെ കൂടെ ഒരാളുണ്ട്. കണ്ണ് തുറന്നിരിക്കുന്നവനെ കാണാം. നമ്മുടെ കൂടെ ഒരാളുണ്ട്, നിന്റെ കൂടെ ഒരാളുണ്ട്. പൈതലേ, നീ എല്ലാത്തിലും തകർന്ന് തരിപ്പണമായിട്ടല്ലേ പള്ളിക്കകത്തിരിക്കുന്നേ. പക്ഷെ നീ കാണുന്നുണ്ടോ? ഓ, നീ തളർന്നിരിക്കുമ്പോൾ, നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ, ക്ഷീണിക്കാത്തവൻ, തളരാത്തവൻ, എല്ലാം ചെയ്യാൻ കഴിവുള്ളവൻ, ശക്തിയുള്ളവൻ, ബലമുള്ളവൻ, അധികാരമുള്ളവൻ, മസ്സിന എന്ന് വെച്ചാൽ ക്രിസ്തു നിന്റെ അടുത്ത് നിൽക്കുന്നത് നീ കാണുന്നുണ്ടോ? ഹല്ലേലൂയ. നിനക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ മതിയായവൻ, എല്ലാം ചെയ്യാൻ കഴിവുള്ളവൻ. ഇതുവരെ സാധ്യതകളും സാഹചര്യങ്ങളും നമുക്ക് എതിരാണെങ്കിലും എന്റെ അപ്പന് തുറക്കാൻ ഒരുപാട് മണിക്കൂറുകളും വർഷങ്ങളും മാസങ്ങളൊന്നും വേണ്ട. ഹല്ലേലൂയ. അടുത്ത വരി
വായിച്ചേ. നമ്മോട് കൂടെയുള്ളവർ അവനോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. അടുത്ത വരി. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇന്ന് ഇതിനകത്ത് പ്രശ്നത്തോടെ വേദന ഒഴിക്കുന്ന പൈതൃകങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ. കാണത്തക്കവണ്ണം ഇന്ന് ചിലത് കാണാൻ, നിങ്ങളുടെ വീടിന് വളഞ്ഞു നിൽക്കുന്ന ദൂതന്മാരെ കാണാൻ, നമ്മെ വളഞ്ഞു നിൽക്കുന്ന ദൂതന്മാരെ കാണാൻ, നമ്മുടെ തലമുറകളെ വളഞ്ഞു നിൽക്കുന്ന ദൂതന്മാരെ കാണാൻ, നമുക്കെതിരെ വരുന്ന ശത്രുമണ്ഡലങ്ങളെ തകർക്കാൻ സ്വർഗത്തിലെ ദൈവം ഊരിപ്പിടിച്ച ആളുമായി ദൂതസേന അയക്കുന്നത് കാണാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ സഭയ്ക്കകത്തിരിക്കുന്ന സകലരുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണട്ടെ, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണട്ടെ, ദൈവത്തിന്റെ അതിശയങ്ങളെ കാണട്ടെ, ദൈവത്തിന്റെ അടയാളങ്ങളെ കാണട്ടെ. ഹല്ലേലൂയ. അടുത്ത വരി വായിച്ചേ. ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. അടുത്ത വരി. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. അടുത്ത വരി. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകൾ നിൽക്കുന്നു. എലീശ തൊടാൻ പറ്റുമോ? മക്കളെ, നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ട്. നീ എവിടെ ഇരുന്നാൽ, നീ യേശുവിന്റെ പിള്ളയാണോ? നീ എവിടെ ഇരുന്നോ, നീ എവിടെ ഇരുന്നാലും ദൈവത്തിന്റെ കണ്ണ് വെട്ടിച്ച് ആർക്കും ഒന്നും ചെയ്യാൻ, നീ ഒറ്റയ്ക്കിരുന്നാലും, നീ കൂട്ടമായിട്ടിരുന്നാലും, നീ അർദ്ധരാത്രിയായിരുന്നാലും, നീ പട്ടാപ്പകലായിരുന്നാലും, നീ പേടിക്കണ്ട. എന്റെ ദൈവത്തിന്റെ കണ്ണ് നിന്നെ ചുറ്റി വളഞ്ഞു നിൽക്കുന്നു. അപ്പന്റെ കണ്ണിനെ വെട്ടിച്ച് ഒരു ശക്തിക്ക് ഇതിനെ തൊടാൻ കഴിയത്തില്ല. നോക്കി സ്വോത്ര ബാല്യക്കാരൻ നോക്കിയപ്പോ എന്താ സംഭവിച്ചത്? വായിച്ചേ. അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. എവിടെ നിറഞ്ഞിരിക്കുന്നു? മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അടുത്ത വരി. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു. എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു. അടുത്ത വരി. ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഈ ജാതിയെ, ഒറ്റ പ്രാർത്ഥന, അന്ധത പിടിപ്പിക്കണം. അടുത്ത വരി. എലീശയുടെ അപേക്ഷ പ്രകാരം അവൻ അവനെ അന്ധത പിടിപ്പിച്ചു. എലീശ അവനോട് ഇതല്ല വഴി, പട്ടണവും ഇതല്ല, എന്റെ പിന്നാലെ വരുവേ, നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. മതി, ഞാൻ നിങ്ങളൊരു ദൈവ പൈതലാണോ? ദൈവം അറിയാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, വീണ് ആ കൃപയ്ക്കകത്ത് ഞാനല്ല, എന്നിലെ യേശു സ്നേഹമുണ്ട്. ചുംബനം ചെയ്യാൻ കഴിയുന്ന ഒരാളാണോ? സ്നേഹത്തിന്റെ കണ്ണുനീർ വീഴുന്ന ഒരാളാണോ? മുടികൊണ്ട് തുവർത്തുന്ന ഒരാളാണോ? അനുമാനമുള്ള സ്നേഹം കൊണ്ട് ആരാധിക്കുന്ന ഒരാളാണോ? ആ കൃപയ്ക്കകത്ത് വീണ് കിടക്കുന്ന ഒരാളാണോ? പേടിക്കണ്ട, ബാക്കിയെല്ലാം ദൈവം കണ്ടുകൊള്ളും. ആരെല്ലാം, എവിടെയെല്ലാം, എന്തെല്ലാം കെണികൾ ഒരുക്കിയാലും നമ്മൾ പേടിക്കണ്ട. എല്ലായിടത്തും ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തുകൊള്ളും. ദൈവം തരേണ്ടത് ദൈവം തരും. നമുക്ക് വേണ്ടി മറ്റൊരാൾ പറയുമ്പോൾ മാത്രമല്ല ദൈവം തരുന്നത്, പറയുമ്പോൾ ഒരുപക്ഷെ ലഭിക്കുമായിരിക്കാം. അത് ദൈവത്തിന്റെ ഹിതപ്രകാരം. പക്ഷേ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് തരേണ്ടത് തക്ക സമയമാകുമ്പോൾ എനിക്ക് തരേണ്ടത് എന്റെ ദൈവം മാറ്റിവിടുന്ന ദൈവമല്ല. നിനക്ക് വാഗ്ദത്തം ചെയ്തത്, എനിക്ക് നിനക്കും പറഞ്ഞത്, എന്നോട് നിന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരുവന്റെ അഡ്രസ് നോക്കിയാണ് തരുന്നത്. എന്റെ അപ്പൻ നമുക്ക് തരുവാൻ മതിയായവനാണ്. കാരണം നമ്മൾ അപ്പന്റെ മക്കളാണ്. നിങ്ങൾക്ക് മനസ്സിലായി? ഈ സഹോദരി യേശുവിന്റെ, ഞാൻ നിർത്തുകയാണ്, ഈ സഹോദരി യേശുവിന്റെ പാദപ്പെടുത്തി വന്ന് കരഞ്ഞപ്പോ ഈ സഹോദരിയോട് സംസാരിച്ചത്, അവിടെ ആരെങ്കിലും ഈ സഹോദരിയെ കുറിച്ച് കർത്താവേ ഈ സഹോദരിയുടെ ഭാവമൊക്കെ മാറ്റിവിടെ, ഇവിടെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണോ? ആരെങ്കിലും പറഞ്ഞുണ്ടോ അവിടെ? പിന്നെ നേരിട്ടായിരുന്നു. ആരും പറയായിരുന്നു. രണ്ടുപേരും ഒന്നായി. ആരൊക്കെ? യേശു ഭാവി. എല്ലാം അറിയാന്നുള്ള ഒന്നായില്ല, പക്ഷെ യേശു ഭാവി ആരായി? ഒന്നായി. ആ സ്നേഹം നിറഞ്ഞു, ആ ശക്തി നിറഞ്ഞു, ആ കൃപ നിറഞ്ഞു. അവൾ സന്തോഷത്തോടെ ക്രിസ്തുവുമായി വീട്ടിൽ പോയി. പരീക്ഷയുടെ ആരാധന സഹോദരിക്ക് വിരുദ്ധനായി. അവൾ മുഴുവനും യേശുവിനായി തുറന്നു കൊടുത്തു.